ഹായ് എവ്രി വൺ, എല്ലാവർക്കും ഫാൽക്കണെക്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റാണി റഷീദ്. ഇന്നത്തെ നമ്മളുടെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 27 നടക്കുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ മെയിൻസ് എക്സാമിലെ പേപ്പർ 2 ഫസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന മൊഡ്യൂളിനകത്തെ ഏറ്റവും 100% ക്വസ്റ്റ്യൻസ് വരുന്ന ഉറപ്പുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിൻ്റെ ക്ലാസ്സാണ് ഇന്നത്തെ നമ്മളുടെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും 100% ഷുവർ ആയിട്ടുള്ള 20 മാർക്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ 100% ഉറപ്പുള്ള ഒരു സെക്ഷൻ തന്നെയാണിത്. എല്ലാവരും ഈ ഒരു സെക്ഷൻ നല്ലപോലെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിച്ച് എക്സാമിന് അറ്റൻഡ് ചെയ്യാനായിട്ട് പോവുക. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം അല്ലേ. ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ പേരറിയാമല്ലോ, പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. ഓക്കെ, ഒരു അഡ്മിനിസ്ട്രേഷനും മാനേജ്മെൻറ്റിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ മാനേജ് ചെയ്യാനും അവിടെ ഒരു ഓർഗനൈസേഷൻ വേണം അല്ലേ. ഒരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ നമ്മൾക്കൊരു ടോപ്പ് അതോറിറ്റിയിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടത്. അപ്പോൾ എന്താണ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ? ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ആൻ ഓർഗനൈസേഷൻ ഈസ് എ സ്ട്രക്ചേർഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത് എ ഷെയർഡ് പർപ്പസ് ഓർ ഒബ്ജക്റ്റീവ്. ഒരു ഓർഗനൈസേഷൻ, ഒരു സംഘടന അല്ലെങ്കിൽ ഒരു സ്ഥാപനം എന്നൊക്കെ പറയുന്നത് ഒരു സ്ട്രക്ചേർഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. അവർക്കെല്ലാം തന്നെ, അതായത് സ്ട്രക്ചേർഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്, അവർക്കൊക്കെ തന്നെയും അവർ ഷെയർ ചെയ്യുന്ന ഒരു പർപ്പസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ്. ആ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ വർക്ക് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് അച്ചീവ് ചെയ്യാനായിട്ട് ഒരു കോമൺ ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. ആ ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ആ ഒരു വിഷൻ എന്താണ്, ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെയുള്ള ആളുകൾ വർക്ക് ചെയ്യുന്നത്. ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അതിനൊരു സ്ട്രക്ചേർഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. ദേ ആർ വർക്കിംഗ് ടുഗദർ ടു അച്ചീവ് എ കോമൺ ഒബ്ജക്റ്റീവ്, അല്ലെങ്കിൽ അവർക്കൊരു ഷെയർഡ് പർപ്പസ് ഉണ്ടായിരിക്കും. ഇനി ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ പല ടൈപ്പിൽ വരും. ഓക്കെ, ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്നാമത്തത് പബ്ലിക് ഓർഗനൈസേഷൻ. എന്താണ് പബ്ലിക് ഓർഗനൈസേഷൻ? പബ്ലിക് ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞാൽ പബ്ലിക് വെൽഫെയറിന് വേണ്ടിയിട്ട്, പബ്ലിക് വെൽഫെയർ അതായത് പൊതുജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് അത് ഗവൺമെൻറ് ഓൺ ചെയ്യുന്നത്, ഓണർഷിപ്പ് ആർക്കാണ്? ഗവൺമെൻറ്റിനും. അതുപോലെ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നതും ആരാണ്? ഗവൺമെൻറ് ആണ്. അത്തരത്തിലുള്ള ഓർഗനൈസേഷൻസ് ആണ് പബ്ലിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതെന്താണ് എക്സാമ്പിൾ പറയുന്നത്? ഇപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ അല്ലെ ഗവൺമെൻറ് സ്കൂള്, ഗവൺമെൻറ് കോളേജസ്, ഇതൊക്കെ എന്താണ്? പബ്ലിക് വെൽഫെയറിനുള്ള ഓരോ ഓർഗനൈസേഷൻസ് ആണ്. ഇത് കൺട്രോൾ ചെയ്യുന്നതും ഇതിൻ്റെ ഓണർഷിപ്പും ആർക്കാണ്? ഗവൺമെൻറ്റിനാണ്. അതുപോലെ തന്നെ ഉള്ളതാണ് പ്രൈവറ്റ് ഓർഗനൈസേഷൻ. പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ മാത്രം ചുരുങ്ങാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്, അവരുടെ കൺട്രോളിൽ വരുന്ന സ്ഥാപനങ്ങളാണ് പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്. അവരുടെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റ് ജനറേഷൻ ആണ് അല്ലേ. ഓർഗനൈസേഷൻസിൻ്റെ ഇതിൽ പ്രൈവറ്റിൽ അവരുടെ ഒരു മെയിൻ ഗോൾ എന്ന് പറയുന്നത് ജനറേറ്റിംഗ് പ്രോഫിറ്റ് ആണ്. അതാണ് പ്രൈവറ്റ് ഓർഗനൈസേഷൻ. ഇനി പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് വരും. എന്താണത്? പബ്ലിക് ഓർഗനൈസേഷനും പ്രൈവറ്റ്, അതായത് രണ്ട് തമ്മിലൊരു കൊളാബറേഷൻ ഉണ്ടാവും. ഒരു പാർട്ട്നേഴ്സ് ആയിട്ട് എന്ത് ചെയ്യും? അവർ വർക്ക് ചെയ്യും. അതൊരു അറേഞ്ച്മെൻ്റ് ആണ്. അവിടെ ഗവൺമെൻറ്റും പ്രൈവറ്റ് എൻറ്റിറ്റീസും കൂടെ ഒരുമിച്ച് കൊളാബറേറ്റ് ചെയ്ത് എന്താണ് നമുക്ക് വേണ്ടുന്ന പബ്ലിക് അസറ്റ്സ് അല്ലെങ്കിൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ വലിയൊരു ഹൈവേ പ്രോജക്റ്റിൽ കൺസ്ട്രക്ഷൻ നടക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് ഒക്കെ നടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ ഗവൺമെൻറ് എന്ത് ചെയ്യും? പ്രൈവറ്റ് കമ്പനീസിനെ ഏൽപ്പിക്കും. പ്രൈവറ്റ് കൺസ്ട്രക്ഷൻ കമ്പനീസുമായിട്ട് ഒരു എഗ്രിമെൻറ്റിലെത്തി ഒരു കൊളാബറേഷനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ ഒരു അസറ്റ്, ആ ഒരു റോഡ് പണിയുക അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് പ്രൈവറ്റും ഗവൺമെൻറ്റും തമ്മിലുള്ളൊരു കൊളാബറേഷനാണ്. ഇനി വേറൊരെണ്ണം ഉണ്ട്. എന്താണ്? നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അതായത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പേരിൽ തന്നെയുണ്ട്. എന്താണ്? അവർക്ക് പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്നതല്ല അവരുടെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. അതിനപ്പുറം മറ്റ് ചില കാര്യങ്ങൾക്കുണ്ട്. ലൈക്ക് ചാരിറ്റി, സോഷ്യൽ പർപ്പസസ്, എഡ്യൂക്കേഷൻ, എന്താണ് സയൻറ്റിഫിക് പർപ്പസസ്. അതായത് റാദർ ദാൻ മേക്കിംഗ് പ്രോഫിറ്റ്, ലാഭം ഉണ്ടാക്കുക എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് അവർക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, മറ്റ് പർപ്പസുകളാണ്. ദാറ്റ് മീൻസ് സയൻറ്റിഫിക് പർപ്പസസ്, ലിറ്റററി പർപ്പസസ്, ചാരിറ്റി, ഇതൊക്കെ എന്താണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൽ വരുന്നതാണ്.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? എന്താണ് ഓർഗനൈസേഷൻ? ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സ്ട്രക്ചേർഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അതിനൊരു പർട്ടിക്കുലർ സ്ട്രക്ചർ ഉണ്ട്. അതനുസരിച്ചിട്ടാണ് ആളുകളെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത്. ആ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ തന്നെയും അവർക്കൊരു ഷെയർഡ് പർപ്പസ് ഉണ്ട്, അതുപോലെ തന്നെ അവർക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ട്. പബ്ലിക് ഓർഗനൈസേഷൻ, പ്രൈവറ്റ് ഓർഗനൈസേഷൻ, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ആൻഡ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഇത്രയാണ് ഒരു ടൈപ്സ് ഓഫ് ഓർഗനൈസേഷനകത്ത് വരുന്നത്. ഇനി അടുത്ത നെക്സ്റ്റ് പറയുന്നത് എന്താന്ന് വെച്ചാൽ, അതായത് ഇനി ഈ ഒരു ഓർഗനൈസേഷൻ നമ്മൾ പറഞ്ഞല്ലോ. ഇനി ഓൾറെഡി നമ്മൾ ഫസ്റ്റ് പറഞ്ഞു, ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചേർഡ് ഗ്രൂപ്പാണ്. ഓർഗനൈസേഷനിലെ ആളുകളെ നമുക്ക് പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്തെടുക്കാൻ പറ്റും? ഗ്രൂപ്പ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം? ഒന്നാമത്തെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ലൈൻ ഓർഗനൈസേഷൻ ആണ്. എന്താണ് ലൈൻ ഓർഗനൈസേഷൻ? ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ ടൈപ്പ് തന്നെയാണ്. ഇപ്പോഴും നമ്മൾ പല ഓർഗനൈസേഷൻസിലും ഫോളോ ചെയ്തു പോകുന്ന ഒന്ന് തന്നെയാണ് ലൈൻ ഓർഗനൈസേഷൻ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ഡയഗ്രം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഒരൊറ്റ സുപ്പീരിയർ ആണ്. ടോപ്പിൽ ഒരു സുപ്പീരിയർ ഉണ്ട്. താഴോട്ട് വരുന്ന അനുസരിച്ചിട്ടുള്ള എംപ്ലോയീസ്, അതായത് മിഡിൽ ലെവൽ ആണെങ്കിലും ലോവർ ലെവൽ ആണെങ്കിൽ പോലും ഇതൊറ്റൊരു ഹയറാർക്കിയാണ്. ദാറ്റ് മീൻസ് ടോപ്പിൽ നിന്നും ബോട്ടം വരെയും ആ ഫോളോ ചെയ്യുന്നത് ഒരു ലൈൻ പോലെയാണ്. ഇപ്പോൾ വർക്ക്മെൻ എന്ന് പറയുന്ന ലോ ലെവലിലെ സ്റ്റാഫ് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഫോർമെൻ. ഫോർമെൻ നേരെ ചെന്ന് ഇപ്പം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ പ്രൊഡക്ഷൻ മാനേജറിനെ റിപ്പോർട്ട് ചെയ്യുക. ഇതിനൊക്കെ തന്നെ ടോപ്പ് അതോറിറ്റിയിൽ ഇരിക്കുന്ന വ്യക്തി ആരാണ്? ജനറൽ മാനേജറാണ്, അതായത് GM ആണ്. അപ്പം ഇതൊരൊറ്റ ഇതാണ്, ടോപ്പ് ടു ബോട്ടം ഈ ഒരു ലൈൻ പോലെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സ്ട്രക്ചേർഡ് ചെയ്യുന്നതിനെയാണ് എന്ത്? ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ജനറൽ മാനേജറിന്റെ കീഴിൽ അടുത്ത ഒരു സ്റ്റാഫ് വന്നിരിക്കുകയാണ്, ഫിനാൻസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ. പിന്നെ ഇപ്പം ഇതിന് താഴെയും കുറേ എംപ്ലോയീസിനെ നമുക്ക് വെക്കാം. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലും കുറേ എംപ്ലോയീസ് ഉണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് ആ ഒരു കൺസെപ്റ്റ് ലൈൻ ഓർഗനൈസേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ജനറൽ മാനേജർ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു മാനേജർ ഉണ്ടാകും. ആ മാനേജറിൻ്റെ കീഴിൽ ഫോർമെൻ ഉണ്ട്, അവരുടെ കീഴിൽ വർക്ക്മെൻ ഉണ്ട്. സോ ഈ ഒരു ഹൈറാർക്കി, അതായത് ഈ ഒരു അതോറിറ്റി ഫ്ലോ ചെയ്യുന്നത് ടോപ്പിൽ നിന്നും ഈ ഒരു ലൈൻ പോലെ ബോട്ടം വരെയാണ്. സോ ഇത്തരത്തിലുള്ള ഒരു ഓർഗനൈസേഷനാണ് എന്ത്? ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ടൈപ്പ് ഉണ്ട്, അതായത് ഫങ്ഷണൽ ഓർഗനൈസേഷൻ. ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ആ പേര് പോലെ തന്നെ ഒരു ഓർഗനൈസേഷനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഓരോ ഫങ്ഷൻസ് ആണ്. ദാറ്റ് മീൻസ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഇപ്പം നമ്മളൊരു കമ്പനി എടുത്തു, അവിടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിനെ സ്ട്രക്ചേർഡ് ചെയ്ത് വെച്ചിരിക്കുന്നതിനെയാണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നോക്കിയും ടോപ്പിൽ പ്രസിഡന്റ് ഉണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ CEO ഉണ്ട്. ഇവരുടെ കീഴിലായിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഡിവിഷൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റുകളെ തരംതിരിച്ച് കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്. ഇനി ഈ R&Dയിൽ തന്നെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് ചെയ്തിരിക്കാം. ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്ന ഫങ്ഷൻസ് അവിടെ നടന്നു പോകും. എന്താണ്? ഡിസൈൻ, ഡെവലപ്മെൻറ്റ്, ടെസ്റ്റിംഗ്. അതുപോലെ ഫിനാൻസിൻ്റെ കേസ് എടുത്താൽ അക്കൗണ്ടിങ്, പർച്ചേസിങ്, ഫിനാൻസ്. മാർക്കറ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ സെയിൽസ്, കസ്റ്റമർ സർവീസ്. ഇവിടെ ലൈൻ സൂപ്പർവൈസേഴ്സ്, പ്രൊഡക്ഷൻ, ഫൈനലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന ഫങ്ഷൻസിൻ്റെ ബേസിസിൽ നമ്മൾ ആ ഒരു ഓർഗനൈസേഷനെ സ്ട്രക്ചേർഡ് ചെയ്തെടുക്കുന്നതിനെയാണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നെക്സ്റ്റ് ടൈപ്പ് നോക്കി. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഡിവിഷണൽ സ്ട്രക്ചറാണ്. ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറിനെ ഓരോ യൂണിറ്റുകളായിട്ട്, ദാറ്റ് മീൻസ് ഓരോ റീജിയൻ വൈസ് ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പം ആ ഓരോ റീജിയനും മീൻസ് ഒരു വലിയൊരു ഓർഗനൈസേഷനാണ്, വലിയൊരു കമ്പനി ആണെങ്കിൽ എന്ത് ചെയ്യും? CEO ഉണ്ട്. ആ CEOയുടെ കീഴിൽ തന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഓരോ റീജിയൻ വൈസ് ആയിട്ട് നമ്മൾ അങ്ങ് ഡിവൈഡ് ചെയ്യും. ഈ ഓരോ റീജിയൻ എന്ത് ചെയ്യും? ആ ഓരോ റീജിയനിൽ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സുകളും പ്രവർത്തിക്കുന്നുണ്ട്. അതായത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് റീജിയൻ 1 അവിടെ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഉണ്ട്, അവിടെ ലോജിസ്റ്റിക്സ് ഉണ്ട്. റീജിയൻ 2 നോക്കിക്കഴിഞ്ഞാലോ അവിടെയും സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഉണ്ട്, പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഉണ്ട്, ലോജിസ്റ്റിക്സ് ഉണ്ട്. റീജിയൻ 3 നോക്കിയാൽ അവിടെയും ഉണ്ട് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്, ലോജിസ്റ്റിക്സ്. പിന്നെ ഷെയർഡ് സർവീസസ് എന്ന് പറഞ്ഞാൽ അനദർ യൂണിറ്റ് ആണ്.
അവിടെയാണ് ഹ്യൂമൻ റിസോഴ്സസ്, ഫിനാൻസ്, പ്രൊക്യൂർമെന്റ് വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ റീജിയൻസ് ആയിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഓരോ റീജിയനും ഓരോ സെമി ഓട്ടോണോമസ് യൂണിറ്റുകളാണ്. ദാറ്റ് മീൻസ് സെമി ആയിട്ട് ഡിപ്പെൻഡ് ചെയ്ത് ഓരോ യൂണിറ്റുകളായിട്ട് അങ്ങ് പ്രവർത്തിച്ചു പോകും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഓക്കെ, ബിഫോർ ദാറ്റ് നമ്മളുടെ കോഴ്സിൻ്റെ കാര്യം ഒന്ന് നമുക്ക് ജസ്റ്റ് നിങ്ങളെ ഓർമ്മിപ്പിക്കാം, മറന്നു പോകരുത്. കേരള PSCയുടെ ഫൗണ്ടേഷൻ കോഴ്സ് വിദ്യാരംഭം 2.0 അത് അപ്കമ്മിങ് എക്സാമുകൾ, അതായത് LDC 2027, ബെഫ്കോ LDC ഉണ്ട്, കമ്പനി ബോർഡ് LGS, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്. ഇപ്പോൾ എന്താണ് അതിൻ്റെ റേറ്റ്? 499 ആണ്. ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തു സെപ്റ്റംബർ 2025 സ്റ്റാർട്ട് ചെയ്തു. സോ ഇപ്പോഴും ജോയിൻ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ നിങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. വളരെ അഫോർഡബിൾ കോസ്റ്റ് തന്നെയാണ്. ഓക്കെ, നിങ്ങളത് ജോയിൻ ചെയ്യുക, പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ലീഗൽ അസിസ്റ്റൻറ്റിൻ്റെ ക്രാഷ് കോഴ്സ് 20 ക്ലാസ് സെക്ഷൻസ് ആണ് വരുന്നത്. 999 ആണ്. ഈ ഒരു റേറ്റിലാണ് നമ്മളുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ, ഒക്ടോബർ 2. സോ നിങ്ങൾ ജോയിൻ ചെയ്യുക. ലീഗൽ അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സാണ്. 20 ക്ലാസ് സെക്ഷൻസും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം നമുക്ക് നമ്മളുടെ ക്ലാസ്സിലേക്ക് തിരിച്ചു വരാം. നമ്മൾ ഓർഗനൈസേഷനെ കുറിച്ചാണ് പറഞ്ഞത്. ലൈൻ ഓർഗനൈസേഷൻ പറഞ്ഞു, ഫങ്ഷണൽ ഓർഗനൈസേഷൻ പറഞ്ഞു, ഡിവിഷണൽ ഓർഗനൈസേഷൻ പറഞ്ഞു. ഇനി അടുത്ത ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നതാണ് മെട്രിക്സ് ഓർഗനൈസേഷൻ. അതായത് മെട്രിക്സ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ അതൊരു ഗ്രിഡാണ്. ഇപ്പോൾ ഒരു മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ അവിടെ റോസ് ഉണ്ട്, കോളംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതൊരു ഗ്രിഡ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പം ഒരു സബോർഡിനേറ്റ്സിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ആളുകൾ മീൻസ് സുപ്പീരിയേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? 2, 3, 2 അതിൽ കൂടുതലോ ആളുകളാണ്. ഇപ്പം ഇവിടെ ഒരു മാനേജിങ് ഡയറക്ടർ ഉണ്ട്. ആ മാനേജിങ് ഡയറക്ടറിൻ്റെ കീഴിൽ തന്നെ പ്രൊഡക്ഷൻ, പേഴ്സണൽ, എഞ്ചിനീയറിംഗ്, ഫിനാൻസ് വരുന്നു. അതുപോലെ ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ പ്രൊഡക്ഷൻ കേസ് എടുത്തു കഴിഞ്ഞാൽ പ്രോജക്റ്റ് മാനേജർ 1, 2, പ്രോജക്റ്റ് മാനേജറിൻ്റെ അവിടെ തന്നെ പ്രൊഡക്ഷൻ ഗ്രൂപ്പ് 1, പ്രൊഡക്ഷൻ ഗ്രൂപ്പ് 2. പേഴ്സണൽ വരുമ്പം പേഴ്സണൽ ഗ്രൂപ്പ് 1, പേഴ്സണൽ ഗ്രൂപ്പ് 2. എഞ്ചിനീയറിംഗ് എടുക്കുമ്പോൾ അതേപോലെ ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2. അപ്പോൾ ഇവരെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന നോക്കിയേ. ഇപ്പം പ്രൊഡക്ഷൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഗ്രൂപ്പ് 2-ലുള്ള എംപ്ലോയീസും അതുപോലെ പ്രൊഡക്ഷൻ ഗ്രൂപ്പ് 1-ലുള്ള എംപ്ലോയീസും പ്രൊഡക്ഷൻ മാനേജറിനെ റിപ്പോർട്ട് ചെയ്യണം. ഈ പ്രൊഡക്ഷൻ മാനേജർ മാനേജിങ് ഡയറക്ടറിനെ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പം കൃത്യമായിട്ട് ഒരു സുപ്പീരിയർ അല്ല വരുന്നത്. ഒന്നിൽ കൂടുതൽ, 2 അതിൽ കൂടുതലോ സുപ്പീരിയേഴ്സിനെ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും ഈ ഒരു സബോർഡിനേറ്റ്സിന്. അപ്പോൾ ഇതൊരു ഗ്രിഡ് ലൈക്ക് ഫോമാറ്റാണ്, ഒരു ഗ്രിഡ് ലൈക്ക് ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് ഈ ഒരു മെട്രിക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ടൈപ്പ് നെറ്റ്വർക്ക് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. എന്താണ് നെറ്റ്വർക്ക്? നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ശൃംഖല പോലെയാണ്. നെറ്റ്വർക്ക് ഒരു വെബാണ്. അതായത് ഓരോ ടൈപ്പ് ഡെസിഗ്നേഷൻസിലും വരുന്ന ആളുകൾ അല്ലെങ്കിൽ ഓരോ ടൈപ്പ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഇവരൊക്കെ തമ്മിൽ പരസ്പരം ഇന്റർ കണക്റ്റഡ് ആണ്. കണ്ടില്ലേ, ഇവരൊക്കെ പരസ്പരം ഇന്റർ കണക്റ്റഡ് ആണ്. എഞ്ചിനീയേഴ്സ് കീ പാർട്ട്നേഴ്സുമായിട്ട് കണക്റ്റഡ് ആണ്, എക്സിക്യൂട്ടീവായിട്ട് കണക്റ്റഡ് ആണ്, HR ആയിട്ട് കണക്റ്റഡ് ആണ്, വെൻഡേഴ്സ് ആയിട്ട് കണക്റ്റഡ് ആണ്, മാനേജേഴ്സ് ആയിട്ട് കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ കൺസൾട്ടൻസും എല്ലാവരും ഇന്റർ കണക്റ്റഡ് ആണ്. കണ്ടില്ലേ, ഒരു വെബ് പോലെയാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത്. ഇതൊരു നെറ്റ്വർക്കാണ്, ഒരു ശൃംഖലയാണ്. ഇവരെല്ലാം തന്നെ പരസ്പരം ഇന്റർ കണക്ട് ചെയ്തിട്ടാണ് അവർക്ക് വേണ്ടുന്നുള്ള ഒബ്ജക്റ്റീവ്സും വിഷനും ഒക്കെ അറ്റൈൻ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പേര് നെറ്റ്വർക്ക് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മളുടെ ഓർഗനൈസേഷനും ഓർഗനൈസേഷൻ സ്ട്രക്ചറും. ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ സ്ട്രക്ചേർഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. ദേ ആർ ഹാവിങ് എ ഷെയർഡ് പർപ്പസ് ഓർ ഒബ്ജക്റ്റീവ്. അവർക്ക് അറ്റൈൻ ചെയ്യാൻ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. പബ്ലിക് ഓർഗനൈസേഷൻ പറഞ്ഞു, പ്രൈവറ്റ് പറഞ്ഞു, പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് പറഞ്ഞു, നോൺ പ്രോഫിറ്റ് പറഞ്ഞു. ഇനി ഈ ഒരു ഓർഗനൈസേഷനെ നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നതും പറഞ്ഞു. ലൈൻ ഓർഗനൈസേഷൻ, ഫങ്ഷൻസിൻ്റെ ബേസിലുള്ള ഫങ്ഷണൽ, ഡിവിഷണൽ, മെട്രിക്സ് ആൻഡ് നെറ്റ്വർക്ക് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഇനിയാണ് നമ്മൾ അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഓർഗനൈസേഷൻ ഉണ്ട്, അവിടെ സ്ട്രക്ചേർഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്, അവർക്കൊരു ഒബ്ജക്റ്റീവ് ഒക്കെ അറ്റൈൻ ചെയ്യണം. അപ്പോൾ ഇവരെയൊക്കെ ഈ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവരെ ഓർഗനൈസ് ചെയ്യാൻ ഒരാൾ വേണം അല്ലേ? അവിടുത്തെ റിസോഴ്സസിനെ ഓർഗനൈസ് ചെയ്യാൻ ഒരു സിസ്റ്റം വേണം. അതുപോലെ
പോളിസീസ്, പ്രൊസീജിയേഴ്സ്, ഡിസിഷൻസ് ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ആൾ വേണം. അപ്പോൾ ഇതെല്ലാം കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതായത് അഡ്മിനിസ്ട്രേഷൻ റെഫേഴ്സ് ടു ദി പ്രോസസ് ഓഫ് സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസിങ് ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ്. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട്, മെറ്റീരിയൽസ് ഉണ്ട്, മെൻ ഉണ്ട്, മെഷീൻസ് ഉണ്ട്, മണി ഉണ്ട്, മെറ്റീരിയൽസ് ഉണ്ട്. സോ ഇതിനെ ഒക്കെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഗനൈസ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാവരുടെ ലക്ഷ്യം എന്താണ്? ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യുക. എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത്? ത്രൂ ദ ഇംപ്ലിമെൻറ്റേഷൻ. അതായത് അഡ്മിനിസ്ട്രേഷൻ ആണ് അവിടത്തുള്ള പോളിസീസ്, പ്രൊസീജിയേഴ്സ്, ഡിസിഷൻസ് ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേഷൻ ആണ്. സോ അതാണ് ടോപ്പ് അതോറിറ്റി ആണ് അഡ്മിനിസ്ട്രേഷൻ. അറിയാമല്ലോ എല്ലാവർക്കും അല്ലേ? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ടോപ്പാണ്. എന്താണ് അവർ ചെയ്യുന്നത്? സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഗനൈസേഷനിലുള്ള ഹ്യൂമൻ റിസോഴ്സസ്, മെറ്റീരിയൽ റിസോഴ്സസ് ഇതിനെയൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഗനൈസ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ. എങ്ങനെ അച്ചീവ് ചെയ്യുന്നു? ത്രൂ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പോളിസീസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് ഡിസിഷൻസ്. അതായത് പോളിസി, പ്രൊസീജിയേഴ്സ്, ഡിസിഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ഇനി ഇവർ ഫോളോ ചെയ്യുന്ന ചില യൂണിവേഴ്സൽ ഗൈഡ് ലൈൻസ് ഉണ്ട്. കൃത്യമായിട്ട് ഓർഗനൈസേഷണൽ മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് ഇഫക്റ്റീവ് ആകാൻ വേണ്ടി ഫോളോ ചെയ്യുന്ന ചില യൂണിവേഴ്സൽ ഗൈഡ് ലൈൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ, ഗൈഡ് ലൈൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ? എന്താണ്? എഫക്റ്റീവ് ആയിട്ടുള്ള ഓർഗനൈസേഷണൽ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂണിവേഴ്സൽ ഗൈഡ് ലൈൻസ്, യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാണത്? ഒന്നാമത്തത് ഹയറാർക്കി. സെക്കൻഡ് വൺ സ്പാൻ ഓഫ് കൺട്രോൾ. നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആ ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഇതിൽ ഏതൊക്കെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഏതൊക്കെയാണ്? ഹയറാർക്കി, സ്പാൻ ഓഫ് കൺട്രോൾ, യൂണിറ്റി ഓഫ് കമാൻഡ്, പവർ ആൻഡ് അതോറിറ്റി, സൂപ്പർവിഷൻ, ഡെലിഗേഷൻ ആൻഡ് കോർഡിനേഷൻ. ഇനി ഇതിൽ 1 by 1 ആയിട്ട് എന്താന്ന് നോക്കിയേ. ഹയറാർക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹയർ ലെവലിലുള്ള അതോറിറ്റി ലോവർ ലെവലിലുള്ള എംപ്ലോയീസിനെ റൂൾ ചെയ്യുക. ദാറ്റ് മീൻസ് അവരെ കൺട്രോൾ ചെയ്യുക. റൂൾ എന്ന് അങ്ങനെ ഭരിക്കുക എന്നുള്ള അർത്ഥമല്ല. ദാറ്റ് മീൻസ് അവരെ കൺട്രോൾ ചെയ്യുക. അവരെ ലോവർ എംപ്ലോയീസിനെ ഹയർ ലെവലിലെ അതോറിറ്റി കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഹയറാർക്കി എന്ന് പറയുന്നത്. ഇനി ഹെൻറി ഫയോൾ, ഈ പേരൊക്കെ നോട്ട് ചെയ്ത് വെച്ചോണം, ഇതൊക്കെ ചോദിക്കുന്നതാണ്. ഹെൻറി ഫയോൾ ഈ ഹയറാർക്കിയെ റെഫർ ചെയ്തിരിക്കുന്നത് സ്കേലാർ ചെയിൻ എന്നാണ്. സ്കേലാർ ചെയിൻ ചിലപ്പോൾ ഹയറാർക്കി ഓർ സ്കേലാർ ചെയിൻ എന്ന് വന്നാലും പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ ഉള്ള സംഭവം തന്നെയാണ്. സോ ഹയറാർക്കി എന്ന് പറഞ്ഞാൽ ഇത്രയും ചിന്തിക്കാം. ഹയർ ലെവലിലുള്ള സുപ്പീരിയേഴ്സ് ലോവർ ലെവലിലുള്ള എംപ്ലോയീസിനെ എന്ത് ചെയ്യുന്നു? അവരെ റൂൾ ചെയ്യുക, അവരെ കൺട്രോൾ ചെയ്യുന്നു. ഒരു അതോറിറ്റി ലെവലല്ലേ. അപ്പം ഹെൻറി ഫയോൾ എന്താ ചെയ്തത്? ഹയറാർക്കിയെ സ്കേലാർ ചെയിൻ എന്നാണ് റെഫർ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ സ്പാൻ ഓഫ് കൺട്രോൾ. സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഒരു സുപ്പീരിയർ അല്ലെങ്കിൽ ഒരു ഓഫീസറിന് ഇഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യുന്ന നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് ആണ്. അതായത് ഒരു സുപ്പീരിയറിനെ സംബന്ധിച്ചിടത്തോളം എത്ര സബോർഡിനേറ്റ്സിനെ അയാളുടെ കീഴിൽ വരുന്നു, അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു, അയാൾ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്ന സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ യൂണിറ്റി ഓഫ് കമാൻഡ്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സബോർഡിനേറ്റിന് വൺ ആൻഡ് ഓൺലി വൺ സുപ്പീരിയർ. എന്താണ്? ഒരു സുപ്പീരിയറിൻ്റെ കാര്യങ്ങൾ മാത്രം ഓരോ സബോർഡിനേറ്റ് ഫോളോ ചെയ്താൽ മതി. അതായത് ഒരു വ്യക്തിക്കും 2 മാനേജേഴ്സ് അല്ലെങ്കിൽ 2 സുപ്പീരിയേഴ്സിനെ സെർവ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു സബോർഡിനേറ്റ്സിന് ഈച്ച് സബോർഡിനേറ്റ്സിന് വൺ ആൻഡ് ഓൺലി വൺ സുപ്പീരിയർ ആണ്. ആ സുപ്പീരിയറിൻ്റെ ഓർഡേഴ്സ് മാത്രം ഫോളോ ചെയ്യുക. ആൻഡ് അക്കൗണ്ടബിലിറ്റി ഫ്ലോയിങ് ടു ദാറ്റ് സിംഗിൾ സുപ്പീരിയർ. ആ ഒരൊറ്റ സുപ്പീരിയറിനോട് മാത്രം റെസ്പോൺസിബിൾ ആയിരുന്നാൽ മതി. അതാണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ പവർ ആൻഡ് അതോറിറ്റി. അധികാരം. പവർ ആൻഡ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ലെജിറ്റിമേറ്റ് റൈറ്റ് ടു കമാൻഡ് ഓർ ഇൻഫ്ലുവൻസ് അതേഴ്സ് ഇൻ ഓർഡർ ടു മേക്ക് ദം ബിഹേവ് ഇൻ എ ഗുഡ് ഡിറക്റ്റഡ് മാനർ. അതായത് എന്താണ്? സബോർഡിനേറ്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക അല്ലെങ്കിൽ അവരോട് കമാൻഡ് ചെയ്യാനുള്ള ആ ഒരു ലെജിറ്റിമേറ്റ് റൈറ്റ് ആണ് എന്ത് പറയുന്നത്? പവർ ആൻഡ് അതോറിറ്റി എന്ന് പറയുന്നത്. എങ്കിൽ മാത്രമല്ലേ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ ഒരു ഗുഡ് ഡിറക്റ്റഡ് മാനറിൽ ബിഹേവ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് പവറാണ്, അഡ്മിനിസ്ട്രേഷൻ്റെ അതോറിറ്റി വെച്ചിട്ടാണ് അവരെ എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും കമാൻഡ് ചെയ്യുന്നതും ടു ബിഹേവ് ഇൻ എ ഗുഡ് ഡിറക്റ്റഡ് മാനർ.
അടുത്തത് സൂപ്പർവിഷൻ. സൂപ്പർവിഷൻ നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെ. എന്താണ്? ഒരു വ്യക്തി അല്ലെങ്കിൽ സുപ്പീരിയേഴ്സ് സബോർഡിനേറ്റ്സിന്റെ വർക്കിനെ ഡയറക്റ്റ് ചെയ്യുന്നു, അതുപോലെ ഗൈഡ് ചെയ്യുന്നു ബൈ ദെയർ സുപ്പീരിയേഴ്സ്. ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഓഫ് എ സുപ്പീരിയേഴ്സ് വർക്ക് ടു ഹിസ് സബോർഡിനേറ്റ്സ്. അതായത് സുപ്പീരിയേഴ്സ് സബോർഡിനേറ്റ്സിനോട് അവർക്ക് ചെയ്യേണ്ട ജോലിയുടെ ഒരു ഭാഗം നിയോഗിക്കുന്ന, ഇന്ന ജോലി ചെയ്യണം എന്നുള്ളത് കൊടുക്കുന്നതാണ് എന്ത്? ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ കോർഡിനേഷൻ. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള കോർഡിനേഷൻ, ദാറ്റ് മീൻസ് അവിടെ ഉള്ള എല്ലാ കാര്യങ്ങളെയും ഒത്തൊരുമിപ്പിച്ച് കൊണ്ടുപോവുക, ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ആ ഒരു പെർഫോമൻസ് ഓഫ് അണ്ടർടേക്കിംഗ് എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷൻ്റെ പെർഫോമൻസിനെ അച്ചീവ് ചെയ്യാനായിട്ട് എല്ലാ കാര്യങ്ങളെയും ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു പ്രോസസ്സാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് സിമ്പിളായിട്ട് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ടോപ്പ് അതോറിറ്റി എന്നുള്ളൊരു മീനിങ് ആണ്. അവരാണ് ആ ഒരു ഓർഗനൈസേഷനിലെ പോളിസീസും പ്രൊസീജിയേഴ്സും ഡിസിഷൻസും ഒക്കെ എടുക്കുന്നത്. ഇത്രയുമാണ് ആ ഒരു പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഹയറാർക്കി, ഹെൻറി ഫയോൾ ഹയറാർക്കിയെ സ്കേലാർ ചെയിൻ എന്നാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്, അത് ഓർത്തു വെക്കുക. പിന്നെ സ്പാൻ ഓഫ് കൺട്രോൾ, യൂണിറ്റി ഓഫ് കമാൻഡ്, പവർ ആൻഡ് അതോറിറ്റി, സൂപ്പർവിഷൻ, ഡെലിഗേഷൻ, കോർഡിനേഷൻ. ഈ ടോപ്പിക്സ് ഒന്നും നോക്കാതെ എക്സാമിന് പോവരുത്. ഇതൊക്കെ ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളാണ്, അതിൻ്റെ ഒരു സെക്ഷൻ മാത്രമാണിത്. സോ എല്ലാവരും അത് ശ്രദ്ധിച്ച് പഠിച്ചിട്ട് വേണം പോവാൻ. ഓക്കെ, അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ നോക്കി മാറ്റിവെച്ചു. ഇനി എന്താണ് മാനേജ്മെൻറ്റ്? നമുക്ക് ഫീൽ ചെയ്യും അഡ്മിനിസ്ട്രേഷനും മാനേജ്മെൻറ്റും ഒക്കെ സെയിം തന്നെയാണ് എന്ന് പല റിസർച്ചേഴ്സും ഇൻ ദ ഫീൽഡ് ഓഫ് മാനേജ്മെൻറ്റ് പറയുന്നുണ്ട്. പക്ഷെ എങ്കിലും ചില സ്ലൈറ്റ് ഡിഫറൻസസ് ഉണ്ട്. അപ്പം മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു സെക്ഷനിലേക്ക് നമുക്ക് പോവാം. ഇതെല്ലാം ഇങ്ങനെ ആ ഒരു റിലേറ്റ് ചെയ്ത് പഠിക്കുക. അതാണ് ആദ്യമേ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, അവരുടെ ടോപ്പിൽ വരുന്ന അഡ്മിനിസ്ട്രേഷൻ, പിന്നെ വന്നിട്ടുള്ളത് മാനേജ്മെൻറ്റ്. നോക്കൂ, മാനേജ്മെൻറ്റിനകത്ത് FW ടൈലർ എന്ന് പറയുന്ന റിസർച്ചർ എങ്ങനെയാണ് മാനേജ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? മാനേജ്മെൻറ്റ് ഈസ് ദ ആർട്ട് ഓഫ് നോയിങ് വാട്ട് യു വാണ്ട് ടു ഡു ആൻഡ് ദെൻ സീയിങ് ദാറ്റ് ഇറ്റ് ഈസ് ഡൺ ഇൻ ദ ബെസ്റ്റ് പോസിബിൾ ആൻഡ് ചീപ്പസ്റ്റ് വേ. അതായത് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടാണ്. മാനേജ്മെൻറ്റിനെ നമ്മൾക്ക് ആർട്ടായിട്ടും അതുപോലെ സയൻസ് ആയിട്ടും നമ്മൾക്ക് പറയാം. ആർട്ട് ഓഫ് നോയിങ് വാട്ട് യു വാണ്ട് ടു ഡു, നിങ്ങളെ കൊണ്ട് എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, വാട്ട് യു വാണ്ട് ടു ഡു ആൻഡ് ദെൻ സീയിങ് ദാറ്റ്, എന്നിട്ട് എന്താണ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് പോസിബിൾ ആൻഡ് ചീപ്പസ്റ്റ് വേ ആയിട്ട് ചെയ്തോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കുന്നു. അതായത് എംപ്ലോയീസിനെ കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യിപ്പിച്ച് എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും? നോക്കും, അത് ബെസ്റ്റ് പോസിബിൾ ആൻഡ് ചീപ്പസ്റ്റ് വേയിലാണോ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നോക്കും. അതാണ് മാനേജ്മെൻറ്റ് അക്കോർഡിംഗ് ടു FW ടൈലർ. ഈ പേരുകളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഹെൻറി ഫയോൾ പറഞ്ഞിട്ടുണ്ട്, ടു മാനേജ് ഈസ് ടു ഫോർകാസ്റ്റ്, ടു പ്ലാൻ, ടു ഓർഗനൈസ്, ടു കമാൻഡ്, ടു കോർഡിനേറ്റ് ആൻഡ് ടു കൺട്രോൾ. അതായത് മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർകാസ്റ്റ് ചെയ്യുക, മുൻകൂട്ടി പ്രവചിക്കുക, ടു പ്ലാൻ, ടു ഓർഗനൈസ്, ടു കമാൻഡ്, ടു കോർഡിനേറ്റ് ആൻഡ് ടു കൺട്രോൾ. ഇത്രയും കാര്യങ്ങളാണ് മാനേജ് ചെയ്യുക എന്ന് പറയുന്നതിൽ വരുന്നതെന്നാണ് ഹെൻറി ഫയോൾ പറഞ്ഞത്. ഇനി മേരി പാർക്കർ ഫോളറ്റ് എന്ന് പറഞ്ഞ ഒരു ലേഡി റിസർച്ചർ എന്താ പറഞ്ഞത്? മാനേജ്മെൻറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ. ഇത്രേ ഉള്ളൂ, ആളുകളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. ആ ഒരു ആർട്ട്, ആ ഒരു കലയാണ് എന്ത്? മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം 3 റിസർച്ചേഴ്സിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. FW ടൈലർ, ഹെൻറി ഫയോള്, മേരി പാർക്കർ ഫോളറ്റ്. 3 പേരും 3 രീതിയിൽ ഡെഫിനിഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഒരാൾ പറയുന്ന FW ടൈലർ പറഞ്ഞു ഇറ്റ്സ് ആർട്ട് ഓഫ് നോയിങ് വാട്ട് യു വാണ്ട് ടു ഡു, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഉള്ളത് നിങ്ങളെ കൊണ്ട് എന്താ ചെയ്യിക്കേണ്ടതെന്ന് അറിയാം, എന്നിട്ട് അത് ചെയ്തിട്ട് നിങ്ങളെന്ന് ഉദ്ദേശിക്കുന്ന എംപ്ലോയീസിനെ കൊണ്ട്, ആൻഡ് ദെൻ സീയിങ് ദാറ്റ് ഇറ്റ് ഈസ് ഡൺ ഇൻ ദ ബെസ്റ്റ് പോസിബിൾ ആൻഡ് ചീപ്പസ്റ്റ് വേ. ഹെൻറി ഫയോൾ പറഞ്ഞത് മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫോർകാസ്റ്റ് ചെയ്യുക, പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, കമാൻഡ് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, ഫൈനലി കൺട്രോൾ ചെയ്യുക. മേരി പാർക്കർ ഫോളറ്റ് പറഞ്ഞത് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ. ഓക്കെ ആണല്ലോ. ഇനി നമ്മളുടെ അനദർ കോഴ്സിൻ്റെ കാര്യമാണ്, അതായത് ഫ്രീ ടെസ്റ്റ് സീരീസ് ആണ്. ഇത് ഫ്രീ ടെസ്റ്റ് സീരീസ് ആണ്, എല്ലാ സബ്ജക്ട്സിൻ്റെയും ടെസ്റ്റ് സീരീസ് ഉണ്ട്. ദാറ്റ് മീൻസ് എല്ലാ സബ്ജക്ട്സും ഉണ്ട്, ഇംഗ്ലീഷ്, ബയോളജി, ആർട്സ്, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഫ്രീ ടെസ്റ്റ് സീരീസ് ആണ്. സോ എല്ലാവരും ഫാൽക്കൺ എക്സ് PSCയുടെ ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രീ ടെസ്റ്റ് സീരീസ് ചെയ്ത് നോക്കുക. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ യൂസ് ചെയ്യണം. ഇനി അടുത്ത ഒരു നമ്മളുടെ
10th പ്രിലിംസിൻ്റെ ടെസ്റ്റ് സീരീസ് ആണ്. ഓക്കെ, ₹49. ശ്രദ്ധിക്കുക, 49 രൂപയേ ഉള്ളൂ. 10th പ്രിലിംസിൻ്റെ ടെസ്റ്റ് സീരീസ് ആണ്. അതിൽ 500+ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഡീറ്റെയിൽഡ് ആൻസർ സൊല്യൂഷനും പിന്നെ ബോണസ് ക്വസ്റ്റ്യൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വെറും 49 റുപ്പീസേ ഉള്ളൂ. 10th പ്രിലിംസിൻ്റെ ടെസ്റ്റ് സീരീസ് ആണ്. സോ ഈ ഒരു സെക്ഷൻ നിങ്ങൾ വെറുതെ ഒഴിവാക്കി കളയരുത്. സോ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങളത് ജോയിൻ ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക കേട്ടോ. നല്ല ടൈം പീരീഡ് ആണ് ഇപ്പോൾ ഉള്ളത്, ജോയിൻ ചെയ്യുക അതിൽ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ പോവാം. ഇപ്പം നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻസ് ഒക്കെ പറഞ്ഞു. ഇനി ഈ മാനേജ്മെൻറ്റിന് കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയാം. നോക്കിയേ, ബേസിക്കലി മാനേജ്മെൻറ്റിന് 5 ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ആണ് ഉള്ളത്. ബേസിക്കലി 5 ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ആണ് ബേസിക്കലി മാനേജ്മെൻറ്റിന് ഉള്ളത്. കൂൺസ് ഓ ഡോണൽ എന്ന് പറയുന്ന റിസർച്ചർ മോസ്റ്റ് വൈഡ്ലി അക്സെപ്റ്റഡ് 5 മാനേജീരിയൽ ഫങ്ഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള 5 ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ആണ് കൂൺസ് ഓ ഡോണൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് 5 ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ്? 1 പ്ലാനിങ്, 2 ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. ഇത്തരത്തിലുള്ള 5 ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ആണ് ആര് കൂൺസ് ഓ ഡോണൽ എന്ന് പറയുന്ന റിസർച്ചർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇനി ലൂതർ ഗള്ളിക് എന്ന് പറയുന്ന ഒരു അനദർ റിസർച്ചർ മാനേജ്മെൻറ്റിന് 7 ഫങ്ഷൻസ് ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അതിനെ നമ്മൾക്ക് പോസ്റ്റ് ഡി കോർപ്പ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നു. ഇതിൻ്റെ പേര് കണ്ട് പേടിക്കണ്ട. P ഫോർ പ്ലാനിങ്, O ഓർഗനൈസിങ്, S എന്ന് പറയുന്ന സ്റ്റാഫിംഗ്, D ഡയറക്റ്റിംഗ്, C O എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റിംഗ്, R റിപ്പോർട്ടിംഗ്, B ബഡ്ജറ്റിംഗ്. ഇത്രയും ഫങ്ഷൻസിൻ്റെ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഫങ്ഷൻസിൻ്റെ ഷോർട്ട് ഫോം ആണ് ഇത് പോസ്റ്റ് ഡി കോർപ്പ് എന്ന് പറയുന്നത്. P എന്ന് പറയുന്നത് പ്ലാനിങ്, O ഓർഗനൈസിംഗ്, S സ്റ്റാഫിംഗ്, D ഡയറക്റ്റിംഗ്, CO കോർഡിനേറ്റിംഗ്, R റിപ്പോർട്ടിംഗ് ആൻഡ് B ഫോർ ബഡ്ജറ്റിംഗ്. ഇതാണ് ഈ പറയുന്ന 5 അതായത് പ്ലാനിങ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് എന്ന് പറയുന്ന 5 മോസ്റ്റ് വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള മാനേജീരിയൽ ഫങ്ഷൻസ്. ഇനി ഇതിലെ ഓരോ ഫങ്ഷൻസ് ആയിട്ട് നമ്മൾക്ക് നോക്കാം. ഫസ്റ്റ് വൺ പ്ലാനിങ്. എന്താണ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു കാര്യം പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മളൊരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പം അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി നമ്മൾക്ക് കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. ദാറ്റ് മീൻസ് ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷനാണ്. ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി അതിന് കുറേ സ്റ്റെപ്പുകൾ ഉണ്ടായിരിക്കും. അത് നമ്മൾ ഡിറ്റർമൈൻ ചെയ്ത് വെക്കുക. ദാറ്റ് മീൻസ് ഫോർകാസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ്റെ ഡിറ്റർമിനേഷനാണ് ഈ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാനിങ് എന്ന് പറയുമ്പം ഇറ്റ് ഇൻക്ലൂഡ്സ് ഡിറ്റർമിനേഷൻ ഓഫ് ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ. അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് നമ്മളൊന്ന് തീരുമാനിക്കും. അതിനുശേഷം ഒരു ഒബ്ജക്റ്റീവ്സ് നമ്മൾ സെറ്റ് ചെയ്യും ആണല്ലോ. അതിലേക്ക് എത്താൻ ഇന്ന കാര്യങ്ങൾ, ഇപ്പം നമ്മൾക്കൊരു കമ്പനിയിലെ സെയിൽസ് നമുക്ക് കൂട്ടണം. ഇപ്പം നമ്മൾ ആദ്യം ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യും. ഇത്ര വർഷം കൊണ്ട് നമ്മളുടെ ലാഭം ഇത്ര ശതമാനമായിട്ട് ഇരട്ടിക്കണം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കൂടുതൽ പ്രോഡക്ട്സുകൾ കൊണ്ടുവരണം, നമ്മളുടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറച്ചും കൂടി സെയിൽസ് വർദ്ധിപ്പിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. ഇതൊക്കെ നമ്മൾക്ക് ഫ്യൂച്ചറിലേക്ക് വേണ്ടുന്ന ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ മുൻകൂട്ടി നമ്മൾ ഡിറ്റർമൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പോളിസീസ്, റൂൾസ് ആൻഡ് സ്ട്രാറ്റജീസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മളുടെ പ്ലാനിങ്ങിൽ വരും. ഇനി ഇറ്റ് ഈസ് എ പെർവേസീവ് ആൻഡ് കണ്ടിന്യൂസ് ആക്ടിവിറ്റി പെർഫോംഡ് ബൈ മാനേജേഴ്സ് അറ്റ് ഓൾ ലെവൽസ്. പെർവേസീവ് ആണ്. എന്താണ് പെർവേസീവ്? വ്യാപകമാണ്. ദാറ്റ് മീൻസ് ടോപ്പ് ലെവലിലുള്ള മാനേജ്മെൻറ്റ് മാത്രമല്ല പ്ലാൻ ചെയ്യുന്നത്, എല്ലാ ലെവൽസിലുള്ള മാനേജേഴ്സും പെർഫോം ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ് ആക്ടിവിറ്റിയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. പിന്നെ പ്ലാനിങ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിളും ആണ്. കാരണം മുന്നോട്ട് പോകുന്ന അനുസരിച്ച് ഓരോ പർട്ടിക്കുലർ സിറ്റുവേഷൻസ് അനുസരിച്ച് നമ്മളുടെ പ്ലാൻസിലും നമ്മൾക്ക് മാറ്റങ്ങൾ വരുത്താം. അതുപോലെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ പ്ലാനിങ് എന്ന് പറയുമ്പോൾ ലോങ് പീരീഡ് ആണ്. അതായത് ലോങ് ടൈപ്പ് പ്ലാൻസ് ആണ്, ലോങ് പ്ലാൻ ആണ്, ലോങ്ങർ ടൈം പീരീഡ് വരുന്നതാണ്. എന്ന് വെച്ചാൽ അവർ ടോപ്പ് ലെവൽ അതോറിറ്റി ആയതുകൊണ്ട് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാനുകളായിരിക്കും അവർ എടുക്കുന്നത്. അതുപോലെ മിഡിൽ ലെവൽ അല്ലെങ്കിൽ ഫസ്റ്റ് ലൈൻ മാനേജേഴ്സ് എന്ന് പറഞ്ഞാൽ ഷോർട്ടർ ടൈം പീരീഡിലുള്ളതായിരിക്കും. ചെറിയ ചെറിയ കാര്യങ്ങളുള്ള പ്ലാനിങ് ആയിരിക്കും അവർ ചെയ്യുന്നത്. സോ ഇത്രയുമാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ, അതായത് നമ്മൾ ഫ്യൂച്ചറിലേക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്ത് വെക്കുന്നു. അതിനകത്ത് നമ്മൾ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യും,
പോളിസീസ് സെറ്റ് ചെയ്യും, റൂൾസ് ആൻഡ് സ്ട്രാറ്റജീസ് സെറ്റ് ചെയ്യും. പിന്നെ എല്ലാം കണ്ടിന്യൂസ് ആക്ടിവിറ്റിയാണ്. അതുപോലെ എല്ലാ ലെവൽസിലെ മാനേജേഴ്സും പെർഫോം ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ തന്നെയാണ് എന്ത്, ഈ പ്ലാനിങ് എന്ന് പറയുന്നത്. അതുപോലെ ടോപ്പ് ലെവൽ ഓഫ് മാനേജ്മെന്റ് പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലോങ്ങർ ടൈം പീരീഡിലും ഫസ്റ്റ് ലൈൻ മാനേജേഴ്സ് അല്ലെങ്കിൽ മിഡിൽ ലെവൽ എന്ന് പറയുന്ന ഷോർട്ട് ടൈം പീരീഡിലും വരുന്ന ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഓർഗനൈസ് ചെയ്യുക. എന്താണ് ഓർഗനൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് ടാസ്കുകൾ ഉണ്ടായിരിക്കും. നമ്മൾ ആ ഓരോ ടാസ്കുകളെയും എന്തൊക്കെയാണ് ആ ടാസ്കിൽ നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ്, നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസ് എന്നൊക്കെയുള്ളത് നമ്മൾ ഡിവൈഡ് ചെയ്ത് ആദ്യം വെക്കും. ടാസ്കുകളെ നമ്മൾ കൺവീനിയൻറ്റ് ഡ്യൂട്ടീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഈ ഡ്യൂട്ടീസ് എല്ലാം തന്നെ ഇപ്പം ഏത് പൊസിഷനിലിരിക്കണം. ഇപ്പം മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ കാര്യമാണെങ്കിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ ടാസ്കുകളെ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ഡ്യൂട്ടീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ആ ഡ്യൂട്ടീസ് ഒക്കെ ആര് ചെയ്യണം, ഏത് പൊസിഷനിൽ ഇരിക്കുന്നവരാണ് ചെയ്യേണ്ടത്, സെയിൽസിലുള്ളവരാണോ അതോ ഡിസ്ട്രിബ്യൂഷനിലുള്ളവരാണോ ലോജിസ്റ്റിക്സിലുള്ളവരാണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ എന്താണ് ഗ്രൂപ്പ് ചെയ്ത് വെക്കും. എന്നിട്ട് ആ ഓരോ പൊസിഷൻസിലേക്ക് നമ്മൾ ആ ഡ്യൂട്ടീസ് കൊടുക്കും. അതായത് മാർക്കറ്റിങ്ങിൻ്റെ സെയിൽസിലിരിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണോ, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇന്ന ഡ്യൂട്ടീസ് എന്നുള്ളത് നമ്മൾ ഡിവൈഡ് ചെയ്ത് അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഇനി അതോറിറ്റി ഈസ് ഗ്രാൻഡഡ് ടു എംപ്ലോയീസ് ആൻഡ് ആർ ബ്രോട്ട് ഇൻ ദ റിലേഷൻഷിപ്പ് ഓഫ് സുപ്പീരിയർ ആൻഡ് സബോർഡിനേറ്റ്സ്. അതായത് അതോറിറ്റി എന്ന് പറയുന്നത് എംപ്ലോയീസിന് നമ്മൾ കൊടുത്തിട്ടുണ്ട് എങ്കിൽ മാത്രമാണല്ലോ ഒരു സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാകുന്നത്. അതുപോലെ ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു ദ എഫിഷ്യൻസി ഓഫ് ദ ഓർഗനൈസേഷൻ. ഇങ്ങനെ കൃത്യമായി എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുന്നത് വഴി ആ ഒരു ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുവഴി എല്ലാ ഒബ്ജക്റ്റീവ്സും അച്ചീവ്ഡായി എന്ന് നമ്മൾക്ക് ഉറപ്പ് വരുത്താനായിട്ട് പറ്റും. കൃത്യമായ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും, 100% എഫിഷ്യൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ സക്സസ് ആയിരിക്കും. അതുതന്നെയാണ് ഈ ഒരു ഓർഗനൈസിങ്ങിൻ്റെ ഫംഗ്ഷനിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് ഫംഗ്ഷൻ സ്റ്റാഫിംഗ്. ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു, ഓരോ ഡ്യൂട്ടീസൊക്കെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഡ്യൂട്ടീസ് ചെയ്യാനൊക്കെ ആളുകൾ വേണമല്ലോ, അതാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. മാനിങ് ദ വേരിയസ് പൊസിഷൻസ് ഇൻ ദ ഓർഗനൈസേഷൻ, പ്രിപ്പയറിംഗ് ഇൻവെന്ററി ഓഫ് പെർസോണൽ അവൈലബിൾ. അതായത് ഓർഗനൈസേഷനിൽ പല പൊസിഷൻസ് ഉണ്ട്, അവിടേക്ക് നമ്മൾ മാനിങ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ആ പൊസിഷൻസ് ഫില്ല് ചെയ്യുക, ആളുകളെ നിയമിക്കുക. പ്രിപ്പയറിംഗ് ഇൻവെന്ററി ഓഫ് പെർസോണൽ അവൈലബിൾ. ഓൾറെഡി നമ്മൾക്ക് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഒരു ഇൻവെന്ററി ഉണ്ടായിരിക്കും, അത് പ്രിപ്പയർ ചെയ്യുക. പിന്നെ അവിടുത്തെ ഉള്ള പൊസിഷൻസിനെ വേരിയസ് പൊസിഷൻസിലേക്ക് നമ്മൾ ആളുകളെ, സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റാഫുകളെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുക. ഐഡന്റിഫൈയിങ് ദ സോഴ്സസ് ഫ്രം വെയർ ദ പീപ്പിൾ വിൽ ബി സെലക്റ്റഡ്, റിക്രൂട്ട്മെന്റ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ആൻഡ് അപ്രൈസൽ. അതായത് എവിടെ നിന്നാണ് നമ്മൾ ആളുകളെ സെലക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്യേണ്ടത്, പിന്നെ സെലക്ട് ചെയ്ത ആളുകൾക്കുള്ള ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും ഇതൊക്കെ തന്നെയും സ്റ്റാഫിങ്ങിൻ്റെ കീഴിൽ വരുന്നതാണ്. അത് മാത്രമല്ല അപ്രൈസൽ എന്ന് പറഞ്ഞാൽ അവരുടെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ നോക്കി അവർക്കുള്ള റിവാർഡ്സ് ഒക്കെ കൊടുക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം കൺസ്യൂമിങ്ങും കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. കാരണം റൈറ്റ് ആയിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്തിട്ട് ഇന്ന പൊസിഷൻസിൽ അപ്പോയിൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം എടുക്കുന്ന ഒരു ഫംഗ്ഷൻ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിറക്റ്റിംഗ് അല്ലെങ്കിൽ ഡയറക്റ്റിംഗ് എന്നൊക്കെ പറയുന്നത് എന്താണ്, നമ്മൾ ഇവിടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കൺട്രോൾ ചെയ്യണം, അവരെ ഒന്ന് ഡയറക്റ്റ് ചെയ്യണം, അവരെ ഒന്ന് നയിക്കണം അല്ലേ. ടു ഗൈഡ്, സൂപ്പർവൈസ്, ഇൻഫ്ലുവൻസ് ആൻഡ് മോട്ടിവേറ്റ് പീപ്പിൾ വർക്കിംഗ് ഇൻ ദ ഓർഗനൈസേഷൻ ഫോർ ദി അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ദി ഒബ്ജക്റ്റീവ്സ്. അതായത് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ ഗൈഡ് ചെയ്യുക, അവരെ സൂപ്പർവൈസ് ചെയ്യുക അല്ലെങ്കിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുക. ഇപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഫംഗ്ഷനാണ് ഡയറക്റ്റ്. ഇനി ഇത് നോക്കിക്കേ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 3 രീതിയിൽ നമ്മൾക്ക് ഈ ഒരു ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ് ചെയ്യാം. എങ്ങനെയൊക്കെ? കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്, മോട്ടിവേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾക്കറിയാം ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരാളിലേക്ക് ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, സബോർഡിനേറ്റ്സിൻ്റെ വർക്കിനെ ഗൈഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുക. പിന്നുള്ളത് മോട്ടിവേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ പ്രചോദനം കൊടുക്കുക. എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് കൊടുക്കാൻ വേണ്ടി എംപ്ലോയീസിൻ്റെ മൈൻഡിൽ ഒരു
ഡിസയർ, ഒരാഗ്രഹം ഉണ്ടാക്കുക, നല്ല രീതിയിൽ ഞാൻ ജോലി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിന് തക്കെയുള്ള ഒരു റിവാർഡ്സും ബെനഫിറ്റ്സും കിട്ടും എന്നുള്ള ഒരു ആഗ്രഹം എംപ്ലോയീസിൻ്റെ മൈൻഡിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പം 3 രീതിയിൽ ഇവിടെ ഒന്നൊരു ക്വസ്റ്റ്യൻ വരാം. 3 രീതിയിൽ നമുക്ക് ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ ചെയ്യാം. ഏതൊക്കെ 3 രീതികളാണ്? കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്, മോട്ടിവേഷൻ. ഈ 3 രീതികളിൽ നമ്മൾക്ക് ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ ചെയ്യാം. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ അല്ലേ, അപ്പോൾ ഇത് നോക്കിയിട്ട് പോവാം. കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്, മോട്ടിവേഷൻ ഡയറക്റ്റിങ്ങിൻ്റെ 3 സബ് ഫങ്ഷൻസ് ആണ്. നെക്സ്റ്റ് ഫംഗ്ഷൻ കൺട്രോളിങ്. കൺട്രോളിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്രയും ആളുകൾ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇവരുടെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾക്ക് നോക്കണ്ടേ? അതാണ് കൺട്രോളിങ്. കൺട്രോളിങ് എന്ന് പറയുമ്പോൾ ഐഡന്റിഫിക്കേഷൻ ഓഫ് ആക്ച്വൽ പെർഫോമൻസ്, കമ്പാരിസൺ ഓഫ് ആക്ച്വൽ വിത്ത് എക്സ്പെക്റ്റഡ് റിസൾട്ട്. ഒരു ഓർഗനൈസേഷനിൽ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരിക്കും, ഇത്രയും ടാർഗറ്റ് അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു ടാസ്ക് ഇന്ന ഡേയിൽ ഇന്ന ടൈം പീരീഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നൊരു എന്താണ് ഒരു ആക്ച്വൽ എക്സ്പെക്റ്റഡ് പെർഫോമൻസ് ഉണ്ടായിരിക്കും. അതിൽ നിന്നും ഈ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് എത്രത്തോളം പെർഫോം ചെയ്തു, അവരുടെ ആക്ച്വൽ പെർഫോമൻസും ഈ എക്സ്പെക്റ്റഡ് റിസൾട്ടുകളും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ട് എങ്കിൽ എന്താണ്, അവർക്ക് കറക്റ്റീവ് ആക്ഷൻസ്, അവരെ മോണിറ്റർ ചെയ്ത് എവിടെയാണ് അവരുടെ വീക്ക്നെസ്, ആ ഒരു വീക്ക് പോയിന്റ് മനസ്സിലാക്കി എന്ത് ചെയ്യുക, അവരെ കറക്റ്റ് ചെയ്യുക, എന്നിട്ട് ആ ഒരു എക്സ്പെക്റ്റേഷനിലേക്ക് കൊണ്ടുവരിക. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോർഡിനേറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് അതും കൂടെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുകയാണ്. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് സിങ്ക്രണൈസിങ് ആൻഡ് ഇൻ്റഗ്രേറ്റിംഗ് ദ ആക്ടിവിറ്റീസ്. നമ്മൾ അഡ്മിനിസ്ട്രേഷൻ കേസിലും ഒരു കോർഡിനേഷൻ പഠിച്ചു. ഇവിടെ എന്ത് തന്നെയാണ്, ആ ഒരു ഓർഗനൈസേഷണൽ ഗോൾസ് നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി അവിടെയുള്ള ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് അവരുടെ എല്ലാം ആക്ടിവിറ്റീസിനെയും എഫേർട്സും റിസോഴ്സസും ഒക്കെ തന്നെ സിങ്ക്രണൈസ് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എന്താണ്, ഒരു ഓർഗനൈസേഷനിൽ പല കൾച്ചർ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൾച്ചർ, പല ഏജ്, ജെൻഡർ, ഡെമോഗ്രാഫിക്സ്, ഇതിൽ നിന്നൊക്കെ വരുന്ന ഓരോ ഇൻഡിവിജ്വൽസ് ആയിരിക്കും. സോ ഇവരെ എല്ലാം ഒരുമിപ്പിച്ച് ഇവരുടെ എഫേർട്സുകൾ എന്താണ്, ഹ്യൂമൻ റിസോഴ്സസ്, മെറ്റീരിയൽ റിസോഴ്സസ്, ഇതൊക്കെ തന്നെ ഒരുമിപ്പിച്ച് സിങ്ക്രണൈസ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോവുക. അതൊരു ഇച്ചിരി ഒരു എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടുന്ന ഒരു ഫങ്ഷനാണ്. അങ്ങനെ ഒരുമിപ്പിച്ച് കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമുക്ക് അവിടുത്തെ ഓർഗനൈസേഷണൽ ഗോൾസിനെ എഫിഷ്യൻ്റ് ആയിട്ടും വിത്ത് യൂണിറ്റി ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളും ഒരേപോലെ ഐക്യത്തോടു കൂടി ജോലി ചെയ്യുകയും ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്തിനാണോ കോർഡിനേറ്റ് ചെയ്യുന്നത്? ഫോർ സ്മൂത്ത് ഓർഗനൈസേഷണൽ ഫങ്ഷനിങ്, ഫോസ്റ്ററിങ് ടീം വർക്ക്. ടീം വർക്ക് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പ്രിവെൻറ്റിങ് കോൺഫ്ലിക്ട്സ്, അത്തരത്തിൽ എല്ലാവരും നല്ല സഹകരിച്ച് ജോലി ചെയ്താൽ മാത്രമേ അവിടുത്തെ വഴക്കുകളും അതുപോലെ ഒരു ഹാർമണി എന്ന് പറഞ്ഞ ഒരു സൗഹാർദ്ദവും ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഇൻ്റഗ്രേഷൻ ഓഫ് എഫേർട്സ് ടു അച്ചീവ്, പിന്നെ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം അവരുടെ പ്രയത്നങ്ങളെല്ലാം ഒരുമിപ്പിച്ച് കൊണ്ടുപോയാൽ മാത്രമേ ആ ഒരു ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. എന്തൊക്കെയായിരുന്നു? ആദ്യം നമ്മൾ പ്ലാനിങ് പറഞ്ഞു, പിന്നെ ഓർഗനൈസിങ് പറഞ്ഞു, പിന്നെ സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, പിന്നെന്താ പറഞ്ഞത്, കൺട്രോളിങ്, കോർഡിനേറ്റിംഗ്. അപ്പോൾ ഇത്രയുമാണ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ്. ഇനി അടുത്തത്, ഇനി അഡ്മിനിസ്ട്രേഷൻ വേഴ്സസ് മാനേജ്മെൻറ്റ്, ഇത് തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ എന്തൊക്കെയായിരിക്കും വരുന്നത്? ഒലീവ് ഷെൽഡൻ എന്ന് പറഞ്ഞ ഒരു റിസർച്ചർ പറഞ്ഞു, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഈ ഡബിൾ കോഡ്സിൽ ഇട്ടിരിക്കുന്നത് ഒലീവ് ഷെൽഡൻ പറഞ്ഞ വേർഡ്സ് ആണ് അഡ്മിനിസ്ട്രേഷൻ്റെ മാനേജ്മെൻറ്റിന്. ഒലീവ് ഷെൽഡൻ പറഞ്ഞു, അഡ്മിനിസ്ട്രേഷൻ ആസ് എ ഫങ്ഷൻ ഈസ് കൺസേൺഡ് വിത്ത് ദി എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഡിറ്റർമിനേഷൻ ഓഫ് ദ കോർപ്പറേറ്റ് പോളിസി. ഓൾറെഡി നമ്മൾ ഫസ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തു, അവിടുത്തെ കോർപ്പറേറ്റ് പോളിസി ഡിറ്റർമൈൻ ചെയ്യുക. The coordination of financial, production and distribution, the settlement of the compass of the organization under the ultimate control of the executive. അവിടുത്തെ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഉണ്ടായിരിക്കും. ആ എക്സിക്യൂട്ടീവിൻ്റെ അൾട്ടിമേറ്റ് കൺട്രോളിൽ ആ ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ കാര്യങ്ങളും, അതായത് കോർപ്പറേറ്റ് പോളിസി ഡിറ്റർമൈൻ ചെയ്യുക, ഫിനാൻഷ്യൽ, പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, എല്ലാ ഫങ്ഷൻസും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോവുക. എങ്കിൽ മാത്രമേ നമ്മൾക്കൊരു കോമ്പസിൽ നിർത്തുന്ന പോലെ ഒരു ഓർഗനൈസേഷനെ ഒറ്റ ഒരു അച്ചുതണ്ടിൽ നിർത്തുക എന്നൊക്കെ പറയത്തില്ലേ, ദാറ്റ് മീൻസ് ഒരുമിപ്പിച്ച് കൊണ്ടുപോയി ആ ഒരു എന്താണ് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് ഒലീവ് ഷെൽഡൻ പറഞ്ഞത്.
ഇനി മാനേജ്മെന്റ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? അഡ്മിനിസ്ട്രേഷൻ ആ ഒരു കോർപ്പറേറ്റ് പോളിസി ഡിറ്റർമൈൻ ചെയ്യുന്നു. മാനേജ്മെന്റ് എന്താ ചെയ്യുന്നത്? കൺസേൺഡ് വിത്ത് ദ എക്സിക്യൂഷൻ ഓഫ് ദ പോളിസി. ആ ഒരു പോളിസി എന്ത് ചെയ്യുകയാണ്? എക്സിക്യൂട്ട് ചെയ്യുകയാണ് ഈ ഒരു മാനേജ്മെന്റ് ചെയ്യുന്നത്. അത് ചെയ്യുന്നതിന് ലിമിറ്റ്സ് ഉണ്ട്. അതായത് അഡ്മിനിസ്ട്രേഷൻ സെറ്റ് ചെയ്യുന്ന ലിമിറ്റ്സിനുള്ളിൽ നിന്നുകൊണ്ട് ആ ഒരു പോളിസി എക്സിക്യൂട്ട് ചെയ്യുന്നവരാണ് മാനേജ്മെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ആൻഡ് ദ എംപ്ലോയ്മെന്റ് ഓഫ് ദ ഓർഗനൈസേഷൻ ഫോർ ദ പർട്ടിക്കുലർ ഒബ്ജക്ട്സ് ബിഫോർ ഇറ്റ്. ആ ഒരു സെറ്റ് ചെയ്ത ലിമിറ്റ്സിനുള്ളിൽ നിന്നുകൊണ്ട് അഡ്മിനിസ്ട്രേഷൻ ഡിറ്റർമൈൻ ചെയ്തിട്ടുള്ള പോളിസി എക്സിക്യൂട്ട് ചെയ്യുക. അതുവഴി ആ ഒരു ഓർഗനൈസേഷന്റെ എംപ്ലോയ്മെന്റും കൂടി നമ്മൾ സെറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒലീവ് ഷെൽഡൻ പറഞ്ഞിട്ടുള്ള കാര്യം. ഇനി ശ്രദ്ധിച്ചേ, അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുന്നത് ഡിറ്റർമിനേറ്റീവ് ആണ്. അതായത് അവർ കാര്യങ്ങൾ തീരുമാനിക്കുന്നവരാണ്. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ആളുകളാണ്. അഡ്മിനിസ്ട്രേഷൻ ഈസ് ഡിറ്റർമിനേറ്റീവ്, മാനേജ്മെന്റ് ഈസ് ദ എക്സിക്യൂട്ടിംഗ് പാർട്ട്. അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്ന പ്രധാന കാര്യങ്ങളാണ് ഡിസിഷൻ മേക്കിംഗ്, പോളിസി ഫോർമുലേഷൻ. അതുപോലെ മാനേജ്മെന്റ് ചെയ്യുന്ന എന്താണ്? ഈ പറഞ്ഞിട്ടുള്ള പോളിസീസ് എക്സിക്യൂട്ട് ചെയ്യുക. ഈ പറഞ്ഞിട്ടുള്ള പോളിസീസ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അതുപോലെ വർക്ക് സൂപ്പർവൈസ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് മാനേജ്മെന്റ് ചെയ്യുന്നത്. അപ്പം മാനേജ്മെന്റിനേക്കാളും കുറച്ചുകൂടെ മുന്നിൽ നിൽക്കുന്നതാണ് അഡ്മിനിസ്ട്രേഷൻ. ഇനി പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മാനേജ്മെന്റ് ഫീൽഡിലുള്ള ചില റിസർച്ചേഴ്സിനും മറ്റൊരു അഭിപ്രായമുണ്ട്. അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റും സെയിം ആണ് വിത്തൗട്ട് എനി ഡിസ്റ്റിങ്ഷൻ. അത് ചില റിസർച്ചേഴ്സിന്റെ അഭിപ്രായമാണ്. ഓക്കെ. ഇനി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ബ്രോഡ് ആൻഡ് കോൺസെപ്ച്വൽ ആണ്. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നാരോ ആണ്, അത് ഓപ്പറേഷണൽ ആണ്. അവർക്ക് പ്രവർത്തിക്കുകയാണ്, അവർ പ്രാവർത്തികമാക്കുകയാണ് കാര്യങ്ങൾ. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോൺസെപ്റ്റ് ബേസ് ആണ്. ഓരോ പോളിസീസും റൂൾസും പ്രൊസീജിയേഴ്സും ഒക്കെ സെറ്റ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ. ഇനി അതിൽ വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് മാനേജീരിയൽ റോൾസ് ആൻഡ് സ്കിൽസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും അതിനകത്ത് വരുന്നുണ്ട്. അതായത് ഈ ഒരു എന്താണ് മാനേജർ എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ, മാനേജ്മെന്റിൽ ഒരു മാനേജർ ആയിരിക്കുമല്ലോ ഒരു ടോപ്പിൽ വരുന്നത്. ആ മാനേജറിന്റെ റോള്, അതായത് ആ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ ചില റോൾസും ഉണ്ട്, അതിന് വേണ്ടുന്ന ചില സ്കിൽസും ഉണ്ട്. എന്തൊക്കെയാണ് ആ ഒരു സ്കിൽസ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ്? ഫസ്റ്റ് വൺ, ടെക്നിക്കൽ സ്കിൽസ്. ടെക്നിക്കൽ സ്കിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ദ എബിലിറ്റി ആൻഡ് നോളജ് ഇൻ യൂസിങ് ദ എക്യുപ്മെന്റ്സ്, ടെക്നിക്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഇൻവോൾവ് ഇൻ പെർഫോമിംഗ് വേരിയസ് മാനേജീരിയൽ ടാസ്ക്. അതായത് പല ടാസ്കുകൾ, മാനേജറിയൽ ടാസ്കുകൾ പെർഫോം ചെയ്യാൻ വേണ്ടുന്ന സ്കില്ലുകൾ എന്ന് വെച്ചാൽ അവിടുത്തെ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കാൻ അറിയണം, ടെക്നിക്സ്, പ്രൊസീജിയേഴ്സ് ഇതൊക്കെ യൂസ് ചെയ്യാൻ അറിയാവുന്ന ആ ഒരു എബിലിറ്റിയാണ് ടെക്നിക്കൽ സ്കിൽസ്. അതായത് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി സ്പെഷ്യലൈസ്ഡ് നോളജ് ആൻഡ് പ്രൊഫഷൻസി ഇൻ ഹാൻഡ്ലിങ് എ പർട്ടിക്കുലർ ജോബ്. എന്താണ്? ആ ജോലി ചെയ്യാനുള്ള ആ ഒരു കഴിവും പ്രൊഫഷൻസിയും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആ എക്യുപ്മെന്റ്സ്, ടൂൾസ്, ടെക്നിക്സ്, പ്രൊസീജിയേഴ്സ് ഇതൊക്കെ കൈകാര്യം ചെയ്യാനുള്ള കഴിവും നോളജും ഉണ്ടായിരിക്കണം. അതാണ് ടെക്നിക്കൽ സ്കിൽസ് എന്ന് പറയുന്നത്. ഇനി ഹ്യൂമൻ സ്കിൽസ്. ഹ്യൂമൻ സ്കിൽസ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഒരു മാനേജറിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം എന്താണ്? മറ്റാളുകളുമായിട്ട് ജോലി ചെയ്തു പോകണം, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസിനെ കൺട്രോൾ ചെയ്യണം, അവരെ മാനേജ് ചെയ്ത് പോകണം, അല്ലേ? എബിലിറ്റി ടു വർക്ക് വിത്ത് അതർ പീപ്പിൾ ആസ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ്. വ്യക്തികളുടെ കൂടെ ചെയ്യണം, അതുപോലെ ഒരു ഗ്രൂപ്പ്, ഒരു ടീമിൻ്റെ കൂടെ ചെയ്യണം. അപ്പോൾ ഇവരെ എല്ലാവരെയും മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സ്കില്ലാണ് ഹ്യൂമൻ സ്കിൽസ്. ഹ്യൂമൻ സ്കിൽസ് കൺസേൺഡ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പീപ്പിൾ. ആളുകളെ മനസ്സിലാക്കി ചെയ്യുക. ടെക്നിക്കൽ സ്കിൽസ് എന്ന് പറഞ്ഞാൽ ജോബുമായിട്ട് ബന്ധപ്പെട്ടത്, ഒരു ജോബ് എന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി ചെയ്യുക. ഇനി ഹ്യൂമൻ സ്കിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആളുകളെ മനസ്സിലാക്കുക. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പീപ്പിൾ ആണ് ഹ്യൂമൻ സ്കിൽസ് എന്ന് പറയുന്നത്. ഇനി കോൺസെപ്ച്വൽ സ്കിൽസ് ഉണ്ട്. അതെന്താണ്? കുറച്ച് നമ്മളുടെ ഐഡിയാപരമായിട്ടുള്ള കാര്യങ്ങളാണ്, ഒരു കൊഗ്നിറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. നമ്മളുടെ ക്രിയേറ്റീവ് തിങ്കിങ്, ക്രിയേറ്റിവിറ്റി, പിന്നെന്താണ് ക്രിറ്റിക്കൽ തിങ്കിങ്, ഐഡിയാസ്, ഇതൊക്കെ തന്നെ നമ്മൾക്ക് വേണം. എന്താണ്? ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിനെ കൃത്യമായി മനസ്സിലാക്കി അതിന് വേണ്ടുന്ന സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ അതിന് എന്ത് വേണം? ഇച്ചിരി കൊഗ്നിറ്റീവ് പവർ വേണം. നമ്മൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം, ക്രിയേറ്റീവ് ആയിരിക്കണം, ക്രിറ്റിക്കൽ തിങ്കിങ് ആയിരിക്കണം, അതുപോലെ തന്നെ കോമ്പീറ്റൻസ് ഉണ്ടാവണം, ഇൻ്റലിജൻസ് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഒരു മാനേജറിനെ സംബന്ധിച്ചിടത്തോളം ഹ്യൂമൻ സ്കിൽസ് ഉണ്ടാവണം, ടെക്നിക്കൽ സ്കിൽസ് ഉണ്ടാവണം, കോൺസെപ്ച്വൽ സ്കിൽസ് ഉണ്ടാവണം.
ടെക്നിക്കൽ എന്ന് പറയുമ്പോൾ റിലേറ്റഡ് വിത്ത് ജോബ്. ഇനി ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആളുകളെ മനസ്സിലാക്കുക. കോൺസെപ്ച്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ കൊഗ്നിറ്റീവ് ആണ്, നമ്മളുടെ ഐഡിയാപരമായിട്ടുള്ള കാര്യങ്ങൾ, ക്രിയേറ്റിവിറ്റിയും സൊല്യൂഷനൊക്കെ കണ്ടുപിടിക്കാനുള്ള ആ ഒരു കോമ്പീറ്റൻസ് ഒക്കെ ഉണ്ടായിരിക്കണം. ഇനി നോക്കിയേ, ഇനി നമ്മൾ ഇത്രയും നേരം നമ്മൾ സ്കില്ലുകളുടെ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ മാനേജീരിയൽ റോൾസ് എന്തൊക്കെയാണ്, ഏതൊക്കെ റോളുകളായിട്ടാണ് ഒരു മാനേജർ പെർഫോം ചെയ്യേണ്ടത്. ഇതിനെ നമ്മൾ മിൻസ്ബർഗ്സ് റോൾസ് എന്ന് വിളിക്കും. അതായത് ഹെൻറി മിൻസ്ബർഗ് എന്ന് പറഞ്ഞ്, ഈ പേരൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഹെൻറി മിൻസ്ബർഗ് എന്ന് പറഞ്ഞ റിസർച്ചർ 10 റോളുകളാണ്, 10 മാനേജീരിയൽ റോൾസ് ആണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. ആ മാനേജീരിയൽ റോൾസ് എന്ന് പറയുന്നത് 3 സെറ്റ് ഫങ്ഷൻസ് ആയിട്ടാണ് ആ ഒരു മാനേജീരിയൽ റോൾസ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഹെൻറി മിൻസ്ബർഗ് എന്ന് പറയുന്ന പേര്, അതർവൈസ് അതിനെ മിൻസ്ബർഗ്സ് റോൾസ് എന്ന് വിളിക്കും. ഹെൻറി മിൻസ്ബർഗ് എന്ന് പറഞ്ഞ വ്യക്തി 10 റോളുകളാണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്, 3 സെറ്റ് ഫങ്ഷൻസ് ആയിട്ടാണ്. എന്തൊക്കെയാണ് 3 സെറ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്? ഒന്നാമത്തത് ഇന്റർപേഴ്സണൽ റോൾസ്, രണ്ടാമത്തത് ഇൻഫോർമേഷണൽ റോള്, 3 ഡിസിഷണൽ റോൾസ്. ഇതാണ് 3 സെറ്റ് ഫങ്ഷൻസ് എന്ന് ഹെൻറി മിൻസ്ബർഗ് പറഞ്ഞത്. ഇന്റർപേഴ്സണൽ, ഇൻഫോർമേഷണൽ, ഡിസിഷണൽ റോൾസ്. ഇത് ചിലപ്പോൾ ചോദിച്ചിട്ട് പിക്ക് ഔട്ട് ചെയ്യാനൊക്കെ പറയും, ചിലപ്പോൾ നല്ല ചോദിച്ചിട്ട് ഇതിൽ ഏതൊക്കെ റോൾസ് ആണ്, ഇതിൻ്റെ ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്നൊക്കെ പിക്ക് ഔട്ട് ചെയ്ത് എഴുതാനൊക്കെ ചോദിക്കാം. ഇനി ഈ 3 സെറ്റ് ഓഫ് ഫങ്ഷൻസിലായിട്ടാണ് 10 റോളുകൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ ഫിഗർ ഹെഡ്. എന്താണ് ഫിഗർ ഹെഡ്? ഫിഗർ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തലവൻ, ഒരാളുടെ പ്രതിനിധിയായിട്ട്, മീൻസ് 2 വ്യക്തികൾ, കുറെ വ്യക്തികൾ ഉണ്ടെങ്കിൽ അയാളുടെ പ്രതിനിധിയായിട്ട് എന്ത് ചെയ്യാം? പ്രതിനിധി മീൻസ് ആ ഒരു എന്താണ്, എല്ലാ ആളുകളെയും കൂടെ പ്രതിനിധീകരിച്ചിട്ടുള്ള ഒരു വ്യക്തി, ഫിഗർ ഹെഡ്. ലീഡർ, അവരുടെ തലവനാകാം. ലയസൺ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി എന്താണ്, ഒരു ബന്ധം, ഒരു റിലേഷൻഷിപ്പാണ്. ഇതൊക്കെ തന്നെ ഇന്റർപേഴ്സണൽ, വ്യക്തിഗതമായിട്ടുള്ള റോളുകളാണ്. ഇന്റർപേഴ്സണൽ റോൾസിൽ ഫിഗർ ഹെഡ്, ലീഡർ, ലയസൺ. ഇനി അടുത്തത് ഇൻഫോർമേഷണൽ റോൾസ്, അതായത് ഇവർക്ക് വേണ്ടുന്ന ഇൻഫോർമേഷൻസ് മാനേജർ പാസ് ചെയ്യുക. അവർക്ക് എന്താണ്, മോണിറ്റർ ചെയ്യുക. എന്തെങ്കിലും ടോപ്പ് അതോറിറ്റിയിലുള്ള കാര്യങ്ങൾ എംപ്ലോയീസിനെ അറിയിക്കുക, അവരെ മോണിറ്റർ ചെയ്യുക. ഡിസെമിനേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫോർമേഷൻ പാസ് ചെയ്യുക. സ്പോക്സ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി, ടോപ്പ് അതോറിറ്റിക്ക് വേണ്ടി കാര്യങ്ങൾ വന്ന് എംപ്ലോയീസിനെ അറിയിക്കുന്നതും ആര് തന്നെയാണ്? മാനേജറാണ്. ഇനി ഡിസിഷണൽ റോൾസ് ഉണ്ട്, ഇത് കുറച്ചും കൂടി ടോപ്പ് ലെവലിൽ വരിക. അതായത് ഓൺട്രപ്രനർ ആണ്. ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എന്താണ് കോൺഫ്ലിക്ട്സും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സോൾവ് ഔട്ട് ചെയ്യുന്നത് മാനേജറാണ്. പിന്നെ റിസോഴ്സ് അലൊക്കേറ്റർ ആണ്. ദാറ്റ് മീൻസ് എന്തെങ്കിലും റിസോഴ്സസിന്റെ കുറവുകൾ, മെറ്റീരിയൽസ്, മണി, മെന്ന്, മെഷീൻസ്, അത്തരത്തിലുള്ള റിസോഴ്സസ് ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന ആരാണ്? മാനേജറാണ്. പിന്നുള്ളത് നെഗോഷിയേറ്റർ. ദാറ്റ് മീൻസ് 2 ആളുകൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊരു എഗ്രിമെന്റിലേക്ക് എത്തിച്ചേർക്കാൻ വേണ്ടി ഉള്ളൊരു തേർഡ് പാർട്ടി ആയിട്ടും ആക്ട് ചെയ്യും. ദാറ്റ് ഈസ് നെഗോഷിയേറ്റർ. ഇപ്പൊ ഹെൻറി മിൻസ്ബർഗ് ആണ് ഈ 10 റോൾസ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. 3 സെറ്റ് ഓഫ് ഫങ്ഷൻസ് ആയിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇന്റർപേഴ്സണൽ റോൾസ്, ഇൻഫോർമേഷണൽ റോൾസ്, ഡിസിഷണൽ റോൾസ്. അതിൽ 10 റോളുകളാണ്. ഇത് തമ്മിൽ പരസ്പരം തിരിഞ്ഞു പോരുത്. ഇന്റർപേഴ്സണൽ റോൾസ് എന്ന് പറയുമ്പോൾ ഫിഗർ ഹെഡ്, ലീഡർ, ലയസൺ. ഇൻഫോർമേഷണൽ റോൾസ് എന്ന് പറയുമ്പോൾ മോണിറ്റർ, ഡിസെമിനേറ്റർ, സ്പോക്സ് പേഴ്സൺ. ഡിസിഷണൽ റോൾസ് എന്ന് പറയുമ്പോൾ ഓൺട്രപ്രനർ, ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ, റിസോഴ്സ് അലൊക്കേറ്റർ, നെഗോഷിയേറ്റർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മാനേജീരിയൽ റോൾസ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹെൻറി മിൻസ്ബർഗ് എന്ന് പറയുന്ന പേര് ഓർത്തു വെക്കുക, പഠിച്ചിട്ട് പോവുക. ഇനി നമ്മളുടെ വേറൊരു ടോപ്പിക്കാണ് എവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് തോട്ട്സ്. അതായത് ഇത്തരത്തിലുള്ളൊരു മാനേജ്മെന്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് എങ്ങനെ ഇവോൾവ് ചെയ്തു വന്നു എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഫസ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? കോൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സിസ്റ്റഡ് ഇൻ ഈജിപ്റ്റ് ഇൻ 1300 BC. ഈ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് ഈജിപ്തിൽ 1300 BC ആ ഒരു ടൈം പീരീഡിൽ തന്നെ ആ ഒരു കോൺസെപ്റ്റ് എക്സിസ്റ്റഡ് ആയിരുന്നു. ഇനി അതിനുശേഷം കൗതില്യ എന്ന് പറയുന്ന ഒരു ആൻഷ്യൻ സ്കോളർ എന്താണ് ഓഫേർഡ് സം പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ ഇൻ 320 BC. ഒരു സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ ഇത്തരത്തിലുള്ള നമ്മൾ കുറച്ച് പ്രിൻസിപ്പിൾസ് ഒക്കെ പഠിച്ചില്ലേ, അതുപോലെ തന്നെ ചില പ്രിൻസിപ്പിൾസ് ഒക്കെ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു കൗതില്യ. ഇനി റോമൻ കാത്തലിക് ചർച്ച് ആണ് സ്റ്റാഫ് പെർസോണൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അതായത് ഓരോ വ്യക്തികളെയും
ഓരോ ഡെസിഗ്നേഷൻസിൽ നമ്മൾക്ക് അസൈൻ ചെയ്യാം എന്നുള്ളൊരു കോൺസെപ്റ്റ്, ഒരു സ്റ്റാഫ് പെർസോണൽ കൊണ്ടുവന്നത് ആരാണ്? റോമൻ കാത്തലിക് ചർച്ചാണ്. ഇനി ക്യാമറലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ജർമ്മൻ ആൻഡ് ഓസ്ട്രിയൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അവരാണ് ഒരു 16th to 18th സെഞ്ചുറീസിലൊക്കെ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നിന്നവർ. അതായത് ക്യാമറലിസ്റ്റ് എന്ന് പറയുന്നത് എ ഗ്രൂപ്പ് ഓഫ് ജർമ്മൻ ആൻഡ് ഓസ്ട്രിയൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഇനി ഇതൊക്കെ എന്താണ്? BC കാലഘട്ടത്തിലുള്ള കാര്യങ്ങളായിരുന്നു. 16th to 18th സെഞ്ചുറിയിൽ നിലനിന്നവരാണ് ക്യാമറലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്ന് ഇവോൾവ് ചെയ്ത് വന്നതാണ് ഇന്നത്തെ നമ്മളുടെ മോഡേൺ ആയിട്ടുള്ള മാനേജ്മെന്റ് അപ്രോച്ച് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇനി അതിൽ എന്താണ്? സയന്റിഫിക് മാനേജ്മെന്റിൽ നിന്നാണ് കൃത്യമായിട്ടുള്ളൊരു തുടക്കം നമ്മളുടെ ഈ ഒരു അഡ്മിനിസ്ട്രേഷനിലേക്ക് വരാനുള്ളത്. അതായത് മാനേജ്മെന്റിന്റെ തോട്ട്. സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് FW ടൈലർ ആണ്. ഈ പേര് സയന്റിഫിക് മാനേജ്മെന്റിന്റെ കൂടെ തന്നെ ചേർത്ത് പഠിക്കുക. ഈ FW ടൈലർ അല്ലെങ്കിൽ ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ എന്നാണ് അതിന്റെ FWന്റെ ഫുള്ള്. ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആണ് FW ടൈലർ. 1900 to 1930 ആണ് ഈ ഒരു സയന്റിഫിക് മാനേജ്മെന്റ് നിലനിന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സയന്റിഫിക് മാനേജ്മെന്റ് ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആണ് FW ടൈലർ. അതിനുശേഷം വന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓർ ഓപ്പറേഷണൽ മാനേജ്മെന്റ്. അത് 1916 to 1940 വരെ അഡ്മിനിസ്ട്രേറ്റീവ് ടു ഓപ്പറേഷണൽ മാനേജ്മെന്റ് ഉണ്ടായിരുന്നു. അതുപോലെ തേർഡ് വൺ ആണ് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് 1930 to 1950. അത് ആ പേരും പഠിച്ചു വെക്കുക. എൽട്ടൺ മായോ, ഫാദർ ഓഫ് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് അല്ലെങ്കിൽ ഫാദർ ഓഫ് ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെന്റ് എന്നൊക്കെ ചോദിക്കാം. അതാണ് എൽട്ടൺ മായോ. ഇനി സോഷ്യൽ സിസ്റ്റംസ് അപ്രോച്ച് 1940 to 1950. ഡേറ്റ്സ് ഒക്കെ പഠിച്ചു വെച്ചിട്ട് പോവുക. ഡിസിഷൻ തിയറി അപ്രോച്ച് 1945 to 1965. അതിനുശേഷം മാനേജ്മെന്റ് സയൻസ് അപ്രോച്ച് എന്താണ്? 1950 to 1960. ഹ്യൂമൻ ബിഹേവിയർ അപ്രോച്ച് 1950 1970. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള സിസ്റ്റംസ് അപ്രോച്ചും കണ്ടിൻജൻസി അപ്രോച്ചും നമ്മളുടെ ഇതിനകത്ത് എടുത്തു ചോദിച്ചിട്ടുണ്ട്. അത് രണ്ടും മോഡേൺ അപ്രോച്ചസ് ആണ്. അപ്പം ക്ലാസിക്കൽ, നിയോ ക്ലാസിക്കൽ, മോഡേൺ എന്നാണ് അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. സിസ്റ്റംസ് അപ്രോച്ചും കണ്ടിൻജൻസി അപ്രോച്ചും എന്താണ്? ഇപ്പോഴും നിലനിന്ന് പോകുന്നതാണ്. ദാറ്റ് ഈസ് മോഡേൺ അപ്രോച്ചസ് ആണ്. ഇത് രണ്ടും മോഡേൺ അപ്രോച്ചസ് ആണ്. ഓക്കെ, അതിവിടെ നോട്ട് ചെയ്തേക്കാം. അത് രണ്ടും മോഡേൺ അപ്രോച്ചസ് ആണ്. സിസ്റ്റം അപ്രോച്ചും കണ്ടിൻജൻസി അപ്രോച്ചും. അപ്പം ഇത്രയാണ് മാനേജ്മെന്റ് തോട്ടിൻ്റെ പറഞ്ഞിട്ടുള്ളത്. സയന്റിഫിക് മാനേജ്മെന്റ് FW ടൈലർ എന്നുള്ള പേര് ഓർത്ത് വെക്കുക. ഹ്യൂമൻ റിലേഷൻസിൽ എൽട്ടൺ മായോ എന്നുള്ളൊരു പേര് ഓർത്ത് വെക്കുക. ഇത് ഓർഡറിൽ പഠിച്ചിട്ട് പോവുക. പിന്നെ സിസ്റ്റം അപ്രോച്ചും കണ്ടിൻജൻസി അപ്രോച്ചും രണ്ടും മോഡേൺ അപ്രോച്ചസ് ആണ്. അതെങ്കിലും നിങ്ങളൊന്ന് അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒന്ന് ഓർത്ത് വെക്കുക. ഇനി സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾക്കൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. എന്താണ് സയന്റിഫിക് മാനേജ്മെന്റ്? ആ പേര് പോലെ തന്നെ മാനേജ്മെന്റിലെ ചില ഫങ്ഷൻസിൽ, അതായത് ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന കാര്യങ്ങളിൽ സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ് അപ്ലൈ ചെയ്തതാണ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് സയന്റിഫിക് മെത്തേഡ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് അവിടുത്തെ ഫങ്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുക. അത്തരത്തിലുള്ളൊരു കാര്യമാണ് നമ്മളുടെ സയന്റിഫിക് മാനേജ്മെന്റ്. ആരാ? FW ടൈലർ കേട്ടോ, ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. അപ്പം അദ്ദേഹം എന്താ ചെയ്തിട്ടുള്ളത്? FW ടൈലർ എന്ന് പറഞ്ഞ റിസർച്ചർ എന്ത് കാര്യങ്ങളാണ് അവിടെ ചെയ്തിട്ടുള്ളത്? ഒന്നാമത്തത് ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ് ഓഫ് പെർഫോമൻസ് ഓർ സ്റ്റാൻഡർഡൈസേഷൻ. അതായത് അവിടെ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ ചെയ്യുന്ന വർക്കുകളിൽ കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ കൊണ്ടുവന്നു. ഇന്ന രീതിയിൽ അതല്ലെങ്കിൽ ഇന്ന ഒരു അളവിൽ നമ്മൾ ആ ഓരോ വർക്കുകളും ചെയ്യണം, ഇത്രയും എഫിഷ്യൻ്റ് ആയിട്ട് ആ ഓരോ കാര്യങ്ങൾ ചെയ്യണം. അതാണ് ഒന്നെങ്കിൽ ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ് ഓഫ് പെർഫോമൻസ് ഓർ സ്റ്റാൻഡർഡൈസേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ വേണം. ആ കാര്യങ്ങളെ ഒക്കെ തന്നെ എന്ത് ചെയ്തു? ഒരു സ്റ്റാൻഡർഡൈസേഷൻ, ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തു. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ഫോമാൻഷിപ്പ് ആണ്. അതായത് ഓരോ ജോലിക്കും അനുയോജ്യമായിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുത്തു. ദാറ്റ് മീൻസ് അത് ചെയ്യാൻ അറിയാവുന്ന ഫോർമാൻസ്, എംപ്ലോയീസിനെയാണ് ആ ഓരോ ഡിപ്പാർട്ട്മെന്റിലും അപ്പോയിന്റ് ചെയ്യണം എന്നുള്ള രീതി കൊണ്ടുവന്നു. പിന്നെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മാനേജ്മെന്റ്, അതായത് ഈ മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? പോളിസീസ് എക്സിക്യൂട്ട് ചെയ്യുക, ഈ ഒരു ഓർഗനൈസ് ചെയ്യുക, ഇവരെയൊക്കെ എന്ത് ചെയ്യുക? ഡയറക്റ്റ് ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക. അത്തരത്തിൽ മാനേജ്മെന്റിന്റെ അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി വേണമെന്ന് പറഞ്ഞു. പിന്നെ
ഡിഫറൻഷ്യൽ പീസ് വർക്ക് സിസ്റ്റം ഓഫ് വേജ് പേയ്മെന്റ്, അതായത് വേജസ് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു പീസ് വർക്ക് സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. എന്ന് വെച്ചാൽ ഇത്രയും ചെയ്യുന്ന ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ഇത്രയും നിങ്ങൾ പീസ് വർക്കുകൾ ചെയ്താൽ ഒരു പീസ് വർക്കിന് ഇത്ര യൂണിറ്റിന് ഇത്രയും പൈസ എന്നുള്ള രീതിയിൽ, ഇത്രയും റുപ്പീസ് എന്നുള്ള രീതിയിൽ ഒരു സിസ്റ്റം അഡോപ്റ്റ് ചെയ്തു. ഫൈനലി മെന്റൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ മൈൻഡ് സെറ്റാണ്. എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു എഫേർട്സിന് നമ്മൾ കൊടുക്കുന്ന ഇൻസെൻറ്റീവ്സ് അല്ലെങ്കിൽ എന്താണ് ആ വർക്ക് ചെയ്യാനായിട്ട് എംപ്ലോയീസ് അനുഭവിക്കുന്ന സ്ട്രെസ്സ്, ഒരു എംപ്ലോയീസിൻ്റെ മൊറയിൽ ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെയാണ് ഒരു മെൻ്റൽ റെവല്യൂഷനിൽ പറയുന്നത്. എന്ന് വെച്ചാൽ എംപ്ലോയീസിൻ്റെ മൈൻഡ് സെറ്റിന് കുറച്ചും കൂടി അവരുടെ ആ ഒരു മൈൻഡിനെ നമ്മൾ ഒന്നും കൂടി വാല്യൂ ചെയ്യണം എന്നാണ് ഈ ഒരു കോൺസെപ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ കേസാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന FW ടൈലർ, അതായത് ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. ഓക്കെ, അനദർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. അതായത് ഹെൻറി ഫയോൾ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് കണ്ടുപിടിച്ചത്. ഹെൻറി ഫയോൾ. എന്താണ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ? They are fundamental guidelines that assist managers in planning, organizing, leading and controlling to achieve organizational goals, providing a framework for decision making and ensuring consistency. എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഗൈഡ് ലൈൻസ് ആണ്. അവർ ഫോളോ ചെയ്യേണ്ട ഫണ്ടമെന്റൽ ഗൈഡ് ലൈൻസ് ആണ്. ആ ഗൈഡ് ലൈൻസ് ഉപയോഗിച്ചിട്ടാണ് ഒരു ഓർഗനൈസേഷനിലുള്ള എല്ലാ ഫങ്ഷൻസും ലൈക്ക് പ്ലാനിങ്, ഓർഗനൈസിങ്, ലീഡിങ് ആൻഡ് കൺട്രോളിങ് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യുക. അതുവഴി ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻസി ഉറപ്പ് വരുത്താനായിട്ട് ആ ഒരു ഫ്രെയിം വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ആ ഒരു ഫണ്ടമെന്റൽ അടിസ്ഥാനപരമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ് ഈ പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഹെൻറി ഫയോൾ ആണ് ഈ ഒരു പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിന്റെ കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഇനി 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഉണ്ട്. ഇത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആ ഒരു ടോപ്പിക് തന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് വരുന്നതെന്നുള്ളതൊക്കെ പിക്ക് ഔട്ട് ചെയ്യാനൊക്കെ ചോദിക്കാം. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടും ചോദിക്കാം. 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ് നമുക്കുള്ളത്. ഒന്നാമത്തത് ഡിവിഷൻ ഓഫ് വർക്ക്. First one, division of work. Second one, authority and responsibility, discipline, unity of command, unity of direction, subordination of individual interest to general interest, remuneration, and centralization, scalar chain, order, equity, stability of tenure of personnel, initiative and esprit de corps. ഇനി എന്താണ് ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ? നമ്മൾ തന്നിട്ടുള്ള വർക്കിനെ നേരത്തെ FW ടൈലർ പറഞ്ഞില്ലേ, ഓരോ ഡ്യൂട്ടീസ് ആയിട്ട് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ നമ്മളുടെ വർക്കുകളെ ഡിവൈഡ് ചെയ്ത് ഓരോ ടാസ്ക് ആയിട്ട് എന്ത് ചെയ്യുക, ഓരോരുത്തർക്ക് ചെയ്യാനായിട്ട് ആപ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുക. അതാണ് വർക്ക് ഡിവിഷൻ. അതിൽ ഒരു സ്റ്റാൻഡർഡൈസേഷൻ കീപ്പ് ചെയ്യാം. പിന്നെ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. എന്താണ്? ടോപ്പ് മാനേജ്മെന്റിന് ഉള്ള അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി. ആ ഒരു അതോറിറ്റി വെച്ചിട്ട്, ആ ഒരു ലെജിറ്റിമേറ്റ് പവർ വെച്ചിട്ടായിരിക്കും സബോർഡിനേറ്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും ഡയറക്റ്റ് ചെയ്യുന്നതും. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി. മൂന്നാമത്തത് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്താണ്? ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ എംപ്ലോയീസ് ഫോളോ ചെയ്യേണ്ട ചില ബേസിക് ആയിട്ടുള്ള റൂൾസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം മാനേജ്മെന്റ് എന്ത് ചെയ്യുക? അവിടെ ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണം. പിന്നെ യൂണിറ്റി ഓഫ് കമാൻഡ്. യൂണിറ്റി ഓഫ് കമാൻഡ് നമ്മൾ ഫസ്റ്റ് ഇതിൽ പറഞ്ഞായിരുന്നു. ഒരു സബോർഡിനേറ്റ് എന്ത് ചെയ്യുക? സുപ്പീരിയേഴ്സ് എന്ത് ചെയ്യുക? സബോർഡിനേറ്റ്സിനെ കമാൻഡ് ചെയ്യുക. ദാറ്റ് മീൻസ് എത്രത്തോളം ഒരു സബോർഡിനേറ്റ് ഒരു സുപ്പീരിയറിനെ മാത്രം അനുസരിക്കുക. മനസ്സിലായില്ലേ? യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയി എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആളുകളെ അനുസരിക്കേണ്ട, അവരുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് അവരുടെ ജസ്റ്റ് സുപ്പീരിയർ ആരാണ്, അവരുടെ നേരെയുള്ള സുപ്പീരിയർ ആരാണ്, അവരെയാണ് അവർ റെസ്പോൺസിബിൾ ആയിരിക്കേണ്ടത്. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര ആളുകളെ ഓരോ സുപ്പീരിയേഴ്സ് ഏതൊക്കെ സബോർഡിനേറ്റ്സിനെ നിയന്ത്രിക്കണം, മീൻസ് ഡയറക്റ്റ് ചെയ്യണം, അവരെ ഗൈഡ് ചെയ്യണം, സൂപ്പർവൈസ് ചെയ്യണം. അതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ വ്യക്തികളുടെ താല്പര്യത്തിനല്ല കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, ഗ്രൂപ്പാണ്. മീൻസ് ആ ഒരു ഓർഗനൈസേഷന് ഇൻട്രസ്റ്റ് ആണ്, ആ ഒരു ജനറൽ ഇൻട്രസ്റ്റ് ആണ്, ആ ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾസ് അല്ലെങ്കിൽ അതിൻ്റെ എഫേർട്സിനെ അച്ചീവ് ചെയ്യാനുള്ളതായിരിക്കണം അവരുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. സോ ആ ഒരു ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റിനെ
ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിനെ ജനറൽ ഇൻട്രസ്റ്റ് ആയിട്ട് മാറ്റിയെടുക്കുക. പിന്നുള്ളത് റെമ്യൂണറേഷൻ ആണ്. റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്യമായിട്ടുള്ള വേജസ് കൊടുക്കുക, ചെയ്യുന്ന ജോലികൾക്ക് ഇക്വിറ്റബിൾ ആയിട്ടുള്ള റെമ്യൂണറേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള 7th വൺ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെൻട്രലൈസേഷൻ ആണ്. സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ അതോറിറ്റിയും കൂടെ സെൻട്രലൈസ്ഡ് ആയിട്ട് ആ ഒരു ടോപ്പ് മാനേജ്മെന്റിലേക്കാണ് അധികാരങ്ങളെല്ലാം കൂടെ സെൻട്രലൈസ്ഡ് ചെയ്തിരിക്കുന്നത്. ഇനി സ്കേലാർ ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എത്രത്തോളം ഹൈറാർക്കിയാണ്. ദാറ്റ് മീൻസ് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഡിസ്കസ് ചെയ്തില്ലേ ഹൈറാർക്കി. ആ ഒരു ടോപ്പിൽ നിന്നും ബോട്ടം വരെ അല്ലെങ്കിൽ ഹയർ ലെവലുള്ള ആളുകൾ ലോവർ ലെവലിലുള്ള ആളുകളെ കൺട്രോൾ ചെയ്യുന്നതാണ്. ആ ഒരു റൂളാണ്. റൂൾ അല്ലെങ്കിൽ കൺട്രോൾ ദി ലോവർ എംപ്ലോയീസ് ബൈ ദ ഹയർ അതോറിറ്റി. അതാണ് സ്കേലാർ ചെയിൻ എന്ന് പറയുന്നത്. ഇനി ഓർഡർ. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്യമായിട്ടുള്ള അടുക്കും ചിട്ടയും. അതായത് ഓരോ കാര്യങ്ങൾക്കും റൈറ്റ് പ്ലേസ് ഫോർ റൈറ്റ് തിങ് എന്ന് പറയത്തില്ലേ, റൈറ്റ് പ്ലേസ്, റൈറ്റ് ടൈം, റൈറ്റ് പേഴ്സൺ. എല്ലാ കാര്യങ്ങൾക്കും ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്യമായിട്ടുള്ള ഒരു അടുക്കും ചിട്ടയും ഉണ്ടായിരിക്കണം. അതാണ് ഓർഡർ. പിന്നെ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ആളുകളെയും, ഇപ്പം മെയിൽ സ്റ്റാഫ് ആയാലും ഫീമെയിൽ സ്റ്റാഫ് ആണെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ എല്ലാം ഈക്വൽ ആയിട്ട് കാണുക. അതായത് ഒരു വേർതിരിവില്ലാതെ ഈക്വൽ ആയിട്ട് എല്ലാവരെയും കാണണം. സ്റ്റെബിലിറ്റി ഓഫ് ടെനർ ഓഫ് പേഴ്സോണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഒരിക്കലും ഓർഗനൈസേഷനെ ലീവ് ചെയ്യാതെ, മീൻസ് എംപ്ലോയി ടേൺ ഓവർ കുറയ്ക്കുക. അതാണ് സ്റ്റെബിലിറ്റി. ടെനർ എന്ന് പറഞ്ഞാൽ അവരുടെ വർക്കിംഗ് പീരീഡ് അവിടെ സ്റ്റേബിൾ ആയിരിക്കണം. ദാറ്റ് മീൻസ് അവരുടെ ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മൾ അവിടെ ഫിക്സ് ചെയ്ത് വെക്കണം. എംപ്ലോയി ടേൺ ഓവേഴ്സ്, ആബ്സെൻറ്റീസം ഇതൊക്കെ റെഡ്യൂസ് ചെയ്യുന്നതാണ് സ്റ്റെബിലിറ്റി ഓഫ് ടെനർ ഓഫ് പേഴ്സോണൽ എന്ന് പറയുന്നത്. ഇനി ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ആക്ഷൻസ് എടുക്കുന്നതിലും ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടായിരിക്കണം. അവർക്ക് അത് ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം. എപ്പോഴും ഒരു ടോപ്പ് അതോറിറ്റി അല്ലെങ്കിൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇനിഷ്യേറ്റ് ചെയ്യുക, ഓരോ ആക്ഷൻസും ഇനിഷ്യേറ്റ് ചെയ്യുക. ലാസ്റ്റ് വൺ എസ്പിരിറ്റ് ഡേ കോപ്സ് എന്ന് പറഞ്ഞാൽ യൂണിറ്റി ഈ സ്ട്രെങ്ത് എന്നാണ് അതിൻ്റെ ഒരു മീനിങ് വന്നിരിക്കുന്നത്. അതായത് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് എല്ലാം ഒത്തൊരുമിച്ച് നിന്നിട്ട് ആ ഒരു ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യുക. യൂണിറ്റി ഈ സ്ട്രെങ്ത് എന്നുള്ള മീനിങ് ആണ് എസ്പിരിറ്റ് ഡി കോപ്സ് എന്ന് പറയുന്നത്. ഒരുമിച്ച് ചെയ്യുക എല്ലാ കാര്യങ്ങളും, എല്ലാ ആളുകളും അവരുടെ എഫോർട്സിനെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്താൽ ആ ഒരു ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇത്രയുമാണ് നമ്മളുടെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ, unity of command, unity of direction, subordination of individual interest to general interest, remuneration, centralization, scalar chain, order, equity, stability of tenure of personnel, initiative, esprit, de cause. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് സിസ്റ്റം അപ്രോച്ചും കണ്ടിൻജൻസി അപ്രോച്ചും. ഇത് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞായിരുന്നു, 2 മോഡേൺ അപ്രോച്ചസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. സിസ്റ്റം അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഗനൈസേഷനെ ഒരു ഓപ്പൺ അല്ലെങ്കിൽ ഇന്റർ കണക്റ്റഡ് സിസ്റ്റം ആയിട്ടാണ് കാണുന്നത്. സിസ്റ്റം അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷനെ ഒരു സിസ്റ്റം ആയിട്ടാണ് കാണുന്നത്, ഒരു ഓപ്പൺ ഇന്റർ കണക്റ്റഡ് സിസ്റ്റം ആയിട്ടാണ് കാണുന്നത്. അതിനകത്തുള്ള ഇന്റേണൽ പാർട്സ് എല്ലാം കൂടി ഒരുമിച്ച് ജോലി ചെയ്യുക. ഇന്റേണൽ പാർട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ എംപ്ലോയീസ് എല്ലാം കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യുക വിതിൻ ആൻ എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. അതുവഴി ആ ഒരു ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നു. ഇനി കണ്ടിൻജൻസി അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് പ്രത്യേകിച്ച് യൂണിവേഴ്സൽ മാനേജ്മെന്റ് സ്റ്റൈൽ ഒന്നുമില്ല. ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അങ്ങ് ഓർഗനൈസേഷൻ മാറിക്കൊണ്ടിരിക്കുക. അതൊരു സിറ്റുവേഷണൽ ഡിപ്പെൻഡൻസ് ആണ് കണ്ടിൻജൻസി അപ്രോച്ചിൽ പറയുന്നത്. ഇനി സിസ്റ്റംസ് അപ്രോച്ച് കൺസിഡേഴ്സ് ദ ഓർഗനൈസേഷൻ ആസ് എ ഹോൾ സിസ്റ്റം വിത്ത് ഇന്റർ കണക്റ്റഡ് സബ് സിസ്റ്റംസ്. ആ ഒരു സബ് സിസ്റ്റംസും എല്ലാം കൂടിയാണ് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു ഹോളിസ്റ്റിക് വ്യൂ ആണ്. ഓക്കെ, അതിന് എന്താ പറയുന്നത്? ഹോളിസ്റ്റിക് വ്യൂ. സിസ്റ്റം അപ്രോച്ച് പറയുന്നത് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാണ്. അതിനകത്ത് ഒരുപാട് സബ് സിസ്റ്റംസ് ഉണ്ട്. ഇതെല്ലാം കൂടി ഇന്റർ കണക്ട് ചെയ്തിട്ടാണ് ഒരുമിച്ച് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത്. അതാണ് ഹോളിസ്റ്റിക് വ്യൂ എന്ന് പറയുന്നത്. ഇനി ഒരു സിസ്റ്റം ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ഫങ്ഷൻസിനെ നമുക്ക് ഇൻപുട്സ്, ട്രാൻസ്ഫോർമേഷൻ, ഔട്ട്പുട്സ് എന്ന് പറയാം.
അതുപോലെ അവിടെ ഒരു സിനർജി ഉണ്ട്. സിനർജി എന്ന് പറഞ്ഞാൽ ഒരു ഇക്വേഷൻ പോലെയാണ്. ഓവറോൾ ഔട്ട്പുട്ട് ആൻഡ് ഇഫക്റ്റീവ്നെസ് ഓഫ് ദ സിസ്റ്റം. ആ ഒരു സിസ്റ്റത്തിന്റെ ഓവറോൾ ഔട്ട്പുട്ടും ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് ആ സം ഓഫ് ഇൻഡിവിജ്വൽ പാർട്സിനെക്കാട്ടിലും ഗ്രേറ്റർ ആയിരിക്കും. ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ സം ഓഫ് ഇറ്റ്സ് ഇൻഡിവിജ്വൽ പാർട്സ്. പിന്നെ എൻവയോൺമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ആണ്. ആ ഒരു എക്സ്റ്റേണൽ, ദാറ്റ് മീൻസ് ഒരു ഓർഗനൈസേഷന് ഔട്ട്സൈഡ് ആയിട്ട് വരുന്ന ആ ഒരു എക്സ്റ്റേണൽ എൻവയോൺമെന്റിനെയും കൂടി കൺസിഡർ ചെയ്തിട്ടായിരിക്കണം ആ ഒരു ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നത്. അതാണ് ഈ ഒരു എൻവയോൺമെന്റ് പറഞ്ഞത്. നിങ്ങൾക്ക് ഈ ഒരു ഡയഗ്രം കാണുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും. നോക്കിക്കേ, ഇതാണ് നമ്മളുടെ ഒരു സിസ്റ്റം അപ്രോച്ച് എന്ന് പറയുന്നത്. ഈ എൻവയോൺമെന്റ് എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ആണ്. ഇവിടെ ഇൻപുട്സ്, ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ്, ഔട്ട്പുട്സ്. ഇതിലെ ഇൻപുട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഓർഗനൈസേഷനകത്ത് ഉള്ള റിസോഴ്സസ് ആണ്. അതായത് മെറ്റീരിയൽസ്, മണി, എനർജി, ഇൻഫോർമേഷൻസ്, ഇതൊക്കെ വെച്ചിട്ടാണല്ലോ നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇതിനെ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ടെക്നോളജി, ഇന്ററാക്ഷൻസ്, സ്ട്രക്ചേഴ്സ്, ഇതുവഴി നമ്മൾക്ക് ഫൈനൽ ഔട്ട്പുട്സ് കിട്ടും. നമ്മളുടെ ഔട്ട്പുട്സ് എന്തൊക്കെയാണ്? പ്രോഡക്ട്സ്, സർവീസസ്, ഐഡിയാസ്. സോ ഇത്രയും കാര്യങ്ങൾ ചേർന്ന് വരുന്നതാണ് ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു ഓപ്പൺ സിസ്റ്റം ആയിട്ടാണ് ഓർഗനൈസേഷനെ കാണുന്നത്. ഇനി ഈ എൻവയോൺമെന്റ് എന്ന് കാണിച്ചിരിക്കുന്നത് എന്താണ്? എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് പുറമേ ഉള്ള എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്നുകൊണ്ടാണ്. ഇനി ഇവിടെ നമ്മൾക്കുള്ള ഒരു ഫീഡ്ബാക്കും നമ്മൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റഡ് ആണ്. ഓർഗനൈസേഷനെ ഒരു ഓപ്പൺ സിസ്റ്റം ആയിട്ടാണ് കാണുന്നത്. അതാണ് ഈ ഒരു സിസ്റ്റം അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി കണ്ടിൻജൻസി അപ്രോച്ച് എന്ന് പറയുമ്പം എന്താണ്? ഓൾറെഡി നമ്മൾ പറഞ്ഞു, അവിടെ പ്രത്യേകിച്ച് യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് ഒന്നും ഇല്ല. സിറ്റുവേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ഇന്റേണൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്, മാനേജീരിയൽ ആക്ഷൻ ഉണ്ട്. കണ്ടോ? സിസ്റ്റംസ് അപ്രോച്ച് പ്രൊവൈഡ്സ് എ ഫ്രെയിംവർക്ക് ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് ദ എൻറ്റയർ ഓർഗനൈസേഷൻ, വൈൽ കണ്ടിൻജൻസി അപ്രോച്ച് പ്രൊവൈഡ്സ് പ്രാക്ടിക്കൽ ഗൈഡൻസ് ഓൺ how to manage effectively within that system by adapting to specific condition. അതായത് ഒരു കണ്ടീഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ടിൻജൻസി അപ്രോച്ച് ആണ്. ഓരോ സിറ്റുവേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതാണ് കണ്ടിൻജൻസി അപ്രോച്ച് എന്ന് പറയുന്നത്. സിസ്റ്റംസ് അപ്രോച്ച് എന്ന് പറയുന്നത് ആ ഒരു എൻറ്റയർ ഓർഗനൈസേഷനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു ഫ്രെയിംവർക്ക് തന്നെയാണ്. സോ ഇതാണ് സിസ്റ്റംസ് അപ്രോച്ചും കണ്ടിൻജൻസി അപ്രോച്ചും. ഓക്കെ, ഇനി നമ്മൾ പോകാൻ പോകുന്നത് അനദർ ടോപ്പിക് ആണ്. ദാറ്റ് ഈസ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് ആൻഡ് ട്രേഡ്സ്. അതായത് ലീഡർഷിപ്പ് സ്റ്റൈൽസും ട്രേഡ്സും. ഒരു മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ടീം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ അവരെ മാനേജ് ചെയ്യാനായിട്ട് ഓരോ ഗ്രൂപ്പുകൾക്കും ഒരു ലീഡർ ഉണ്ടായിരിക്കും. ഇനി ഈ ഒരു ലീഡറിന് പല ട്രേഡ്സ് ഉണ്ട്, പല പേഴ്സണൽ ക്വാളിറ്റീസും ഉണ്ട്, ഓർഗനൈസേഷണൽ ക്വാളിറ്റീസും വേണം. അതുപോലെ തന്നെ പല രീതിയിലും നമുക്ക് ആ ഒരു ഓർഗനൈസേഷന് എന്ത് ചെയ്യാൻ പറ്റും? എന്താണ്? ഓരോ രീതിയിൽ, ഓരോ സ്റ്റൈലിലുള്ള ഒരു ലീഡർഷിപ്പ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അതിൽ ഏതൊക്കെ ലീഡർഷിപ്പ് സ്റ്റൈൽസ് ആണ് ഉള്ളതെന്നാണ് നമ്മൾ നോക്കുന്നത്. നോക്കൂ, എന്താണ് ലീഡർഷിപ്പ് സ്റ്റൈൽസ്? ലീഡർഷിപ്പ് സ്റ്റൈൽസ് ആർ ദി ഡിസ്റ്റിൻക്റ്റ് ബിഹേവിയേഴ്സ് ആൻഡ് അപ്രോച്ചസ് ലീഡേഴ്സ് യൂസ് ടു ഡയറക്റ്റ്, മോട്ടിവേറ്റ് ആൻഡ് മാനേജ് ഗ്രൂപ്പ്. അതായത് ലീഡർഷിപ്പ് സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ ഓരോ ഗ്രൂപ്പുകളെയും ഡയറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ മാനേജ് ചെയ്യുക. അതിനു വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന ഡിസ്റ്റിൻക്റ്റ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ്, അതായത് വ്യത്യസ്തകരമായിട്ടുള്ള ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ അപ്രോച്ചസ് ആണ് എന്ത് പറയുന്നത്? ലീഡർഷിപ്പ് സ്റ്റൈൽസ് എന്ന് പറയുന്നത്. ഇനി പല രീതിയിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽസ് ആണ് ഉള്ളത്. ഒന്നാമത്തത് ഓട്ടോക്രാറ്റിക് ഓർ അതോറിറ്റേറിയൻ, ഡെമോക്രാറ്റിക് ഓർ പാർട്ടിസിപ്പേറ്റീവ്, ലേസസ് ഫെയറി ഓർ ഡെലിഗേറ്റീവ്, ട്രാൻസ്ഫോർമേഷണൽ ആൻഡ് ലാസ്റ്റ് വൺ ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ്. എന്താണ് ഓട്ടോക്രാറ്റിക് ഓർ അതോറിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ? ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ലീഡേഴ്സ് ഓട്ടോക്രാറ്റ്സ് ആണ്. എന്താണ്? അവർ സ്വന്തമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ആരുടെയും അഭിപ്രായം ചോദിക്കാതെ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിസിഷൻസ് എടുക്കുന്നവരാണ് ഓട്ടോക്രാറ്റിക് ലീഡേഴ്സ് അല്ലെങ്കിൽ അതോറിറ്റേറിയൻ ലീഡേഴ്സ് എന്ന് പറയുന്നത്. അവർക്കെന്ന് പറഞ്ഞാൽ ടീമിൽ നിന്നും വളരെ കുറച്ച് ഇൻപുട്സ് മാത്രം എടുക്കും. പക്ഷെ എന്താണ് അവർ ചെയ്യുന്നത്? അവർ ആ ഒരു ഡിസിഷൻസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ലീഡേഴ്സ് എടുക്കുന്നത്. ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റീവ് എന്ന് പറഞ്ഞാൽ അവരുടെ ടീം, ലീഡർ എന്താ ചെയ്യുന്നത്? ആ ഒരു ടീമിനെ കൂടി ഉൾപ്പെടുത്തും. ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ആ ഒരു ടീമിനെ കൂടെ ലീഡർ അതിനകത്ത് ഉൾപ്പെടുത്തും. ഇനി ലേസസ് ഫെയറി ഓർ ഡെലിഗേറ്റീവ് എന്ന് പറയുമ്പം എന്താ ചെയ്യുന്നത്? ലീഡർ എന്താ ചെയ്യുന്നത്?
ചെറുതായിട്ടൊരു ഡയറക്ഷൻ മാത്രം ടീം മെമ്പേഴ്സിന് കൊടുക്കും, ഒരു ചെറിയൊരു ഗൈഡൻസ്. ബാക്കി ടീമാണ് എല്ലാ ഡിസിഷൻസ്, ഏറ്റവും മോസ്റ്റ് ഡിസിഷൻസും എടുക്കുന്നത് ആര് തന്നെയാണ്? ടീം മെമ്പേഴ്സ് തന്നെയാണ്. ലീഡേഴ്സ് എന്താ ചെയ്യുന്നത്? ഒരു ചെറിയ ഒരു ഗൈഡൻസ്, ഒരു മിനിമൽ ഡയറക്ഷൻ മാത്രമായിരിക്കും കൊടുക്കുന്നത്. അതാണ് ലേസസ് ഫെയറി അല്ലെങ്കിൽ ഡെലിഗേറ്റീവ്. ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് എന്ന് പറയുമ്പം എന്താണ്? ലീഡേഴ്സ് ഇൻസ്പയർ ആൻഡ് മോട്ടിവേറ്റ് ദ ഫോളോവേഴ്സ് ടു അച്ചീവ് എ കോമൺ വിഷൻ ആൻഡ് ഗോ ബിയോണ്ട് ദെയർ ഇമ്മീഡിയറ്റ് സെൽഫ് ഇൻട്രസ്റ്റ്. അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് അതീതമായിട്ട് എന്ത് ചെയ്യും? ആ ഫോളോവേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ടീം മെമ്പേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യും, അവരെ മോട്ടിവേറ്റ് ചെയ്യും. എങ്ങനെയാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്? ആ ഒരു ഓർഗനൈസേഷനിലുള്ള കോമൺ വിഷൻ അച്ചീവ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? എംപ്ലോയീസിൻ്റെ സെൽഫ് ഇൻട്രസ്റ്റ് അല്ല, കോമൺ വിഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി ലീഡേഴ്സ് ആ ഒരു ഫോളോവേഴ്സിനെ ഇൻസ്പയർ ചെയ്യും, അവരെ കുറച്ചും കൂടി മോട്ടിവേറ്റ് ചെയ്യുന്നതാണ് എന്ത്? ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഫോക്കസസ് ഓൺ റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്സ് ടു അച്ചീവ് ഗോൾസ് വിത്ത് ക്ലിയർ സ്ട്രക്ചേഴ്സ് ഫോർ ടാസ്ക് ആൻഡ് പെർഫോമൻസ്. അതായത് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ആളുകളെ ഒരു ട്രാൻസാക്ഷൻ കൊടുക്കുക, ദാറ്റ് മീൻസ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം റിവാർഡ്സും പണിഷ്മെൻറ്റുമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്നത്? അവർ ചെയ്യുന്ന ടാസ്കുകളിലും പെർഫോമൻസിലും ഗുഡ് പെർഫോമൻസ് ആണെങ്കിൽ കിട്ടുന്ന റിവാർഡ്സ്, അല്ലെങ്കിൽ അവർക്ക് പോകുന്ന നെഗറ്റീവായിട്ടുള്ള സൈഡ് പണിഷ്മെൻറ്റ്സ്, ഇതിനെയൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയുമാണ് ആ ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽസ്: ഓട്ടോക്രാറ്റിക്, ഡെമോക്രാറ്റിക്, ലേസസ് ഫെയറെ, ട്രാൻസ്ഫോർമേഷണൽ ആൻഡ് ട്രാൻസാക്ഷണൽ. ഇനി ഇതിൻ്റെ ലീഡർഷിപ്പ് ട്രെയ്റ്റ്സ് പറയാം. ഇവർക്ക് വേണ്ടുന്ന, ഒരു ലീഡറിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടുന്ന പേഴ്സണൽ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് പറയാം. ഒന്നാമത്തത് നോളജ് ഓഫ് ദി ബിസിനസ്. എന്ന് വെച്ചാൽ ആ ഒരു ഓർഗനൈസേഷൻ എന്തിനാണ്, അതിൻ്റെ മിഷൻ എന്താണ്, അതിൻ്റെ വിഷൻ എന്താ, അവരുടെ ഒബ്ജക്റ്റീവ് എന്താണ്, അവിടെ നടക്കുന്ന ആ ഒരു ബിസിനസ് എന്താണ്, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു അറിവുണ്ടായിരിക്കണം. പിന്നെ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആ ഓരോ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ ഉള്ളത് ഡിസയർ ടു ലീഡ്. ടീം മെമ്പേഴ്സിനെ അല്ലെങ്കിൽ ഫോളോവേഴ്സിനെ ലീഡ് ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരിക്കണം. പിന്നെ ഹോണസ്റ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി, സത്യസന്ധത ഉണ്ടായിരിക്കണം. ഇൻറ്റഗ്രിറ്റി, സമഗ്രത ഉണ്ടായിരിക്കണം. പിന്നെ സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് കോൺഫിഡൻസ്. സ്വന്തമായിട്ട് ലീഡർ പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് എന്താണ്? അവനവനെ കുറിച്ചിട്ട് ഒരു മതിപ്പൊക്കെ വേണം. സെൽഫ് എസ്റ്റീം ഉണ്ടായിരിക്കണം, സെൽഫ് കോൺഫിഡൻ്റ് ആവണം. അതുപോലെ ഓപ്പൺ മൈൻഡഡ്നെസ് ആണ്. ഇൻ്റലിജൻസ്, എക്സ്ട്രാവേർഷൻ, സോഷ്യബിൾ ആയിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് ആ ഒരു ലീഡർഷിപ്പ് ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത്. നോളജ് ഓഫ് ദ ബിസിനസ്, ഡ്രൈവ്, ഡിസയർ ടു ലീഡ്, ഹോണസ്റ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി, സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് കോൺഫിഡൻസ്, ഓപ്പൺ മൈൻഡഡ്നെസ്, ഇൻ്റലിജൻസ് ആൻഡ് എക്സ്ട്രാവേർഷൻ. നെക്സ്റ്റ് ടോപ്പിക്. ഓക്കെ, ഇനിയുള്ള 3 ടോപ്പിക്സ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ വരുന്ന ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത് ഇത് തന്നെയാണ്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, ലീൻ മാനേജ്മെൻറ്റ്, അജൈൽ മാനേജ്മെൻറ്റ്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഷോർട്ട് ഫോം എന്താണ്? TQ. അതിൻ്റെ പേര് പോലെ തന്നെ എന്താണ്? ഒരു ക്വാളിറ്റിയെ ഫോക്കസ് ചെയ്തിട്ടുള്ള, ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാത്ത ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സും സർവീസസും ഡെലിവർ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷണൽ ഫിലോസഫി അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് ഫ്രെയിംവർക്കാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഈസ് ആൻ ഓർഗനൈസേഷണൽ ഫിലോസഫി ആൻഡ് എ മാനേജ്മെൻറ്റ് ഫ്രെയിംവർക്ക് ദാറ്റ് ഇൻ്റഗ്രേറ്റ്സ്. അവരുടെ പ്രധാന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഫോക്കസ് ആൻഡ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്. കസ്റ്റമറാണ് അവിടുത്തെ കിങ്. അപ്പോൾ കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷനും അവരെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുമാണ്. പിന്നെ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റും എപ്പോഴും ഉണ്ടായിരിക്കണം. across all departments and levels of a company to achieve long-term success by delivering. അവരുടെ ഒരു സക്സസ് എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സും സർവീസസും ഡെലിവറി ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ് എംഫസൈസസ് ആൻ ഓർഗനൈസേഷൻ വൈഡ് എഫോർട്ട്. അതായത് ഒരു വ്യക്തി മാത്രമല്ല, ആ ഒരു ഓർഗനൈസേഷൻ മൊത്തത്തിലുള്ള ഒരു പ്രയത്നമാണ്. വേർ എവറി എംപ്ലോയി ഫ്രം ലീഡർഷിപ്പ് ടു ഫ്രണ്ട് ലൈൻ സ്റ്റാഫ്, അതായത് ടോപ്പ് ലെവൽ തൊട്ട് ബോട്ടം ലെവൽ വരെയുള്ള എല്ലാ എംപ്ലോയീസും ആ ഒരു ഇംപ്രൂവിങ് പ്രോസസ്സിൽ പങ്കെടുക്കണം. അതുവഴി ആ ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്തണം. കണ്ടോ, ഇതിൻ്റെ പ്രത്യേകതയാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ലോയൽറ്റി ഇൻക്രീസ് ചെയ്യുക, ഇംപ്രൂവ്ഡ് പ്രോഡക്റ്റ് ആൻഡ് സർവീസ് ക്വാളിറ്റി, എൻഹാൻസ്ഡ് പ്രൊഡക്ടിവിറ്റി ആൻഡ് എഫിഷ്യൻസി,
ഗ്രേറ്റർ പ്രോഫിറ്റബിലിറ്റി ആൻഡ് കോമ്പറ്റീറ്റീവ്നെസ്. അപ്പോൾ TQMനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടോട്ടൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, അതായത് ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. അതുവഴി കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റും എഫിഷ്യൻസിയും പ്രോഫിറ്റബിലിറ്റിയും അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിൻ്റെ പ്രത്യേകത. ഇനി ഇതിന് ചില പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ പറഞ്ഞു കസ്റ്റമർ ഫോക്കസ്, കസ്റ്റമറാണ് അവിടുത്തെ കിങ്, അവരുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് വേണ്ടുന്നത്. എംപ്ലോയി എൻഗേജ്മെന്റ് ആൻഡ് കമ്മിറ്റ്മെന്റ്, ഒരു ഓർഗനൈസേഷൻ വൈഡ് എഫോർട്ട് ആണെന്ന് പറഞ്ഞു. അതായത് ടോപ്പ് ലെവൽ ലീഡർഷിപ്പ് തൊട്ട് ഫ്രണ്ട് ലൈൻ സ്റ്റാഫ് വരെയുള്ള എല്ലാ എംപ്ലോയീസിന്റെ എൻഗേജ്മെന്റും കമ്മിറ്റ്മെന്റും ഉണ്ടായിരിക്കണം. പ്രോസസ് സെന്റേർഡ് അപ്രോച്ച് ആണ്. പ്രോസസ് സെന്റേർഡ് എന്ന് പറഞ്ഞാൽ എൻഡ് ടു എൻഡ് ആണ്. ദാറ്റ് മീൻസ് ഒരു ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ അതിൻ്റെ അവസാനം വരെയുള്ള എൻഡ് ടു എൻഡ് ബിസിനസ് അപ്രോച്ച് ആയിരിക്കണം ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം മാനേജ്മെൻറ്റ്, അതായത് എല്ലാ ഫങ്ഷൻസിനെയും, ആ ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന എല്ലാ ഫങ്ഷൻസിനെയും ഒരുമിപ്പിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം മാനേജ്മെൻ്റ് ആണ് ടോട്ടൽ ക്വാളിറ്റിയിൽ വരുന്നത്. പിന്നെ സ്ട്രാറ്റജിക് ഇംപ്ലിമെൻറ്റേഷൻ, ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം, അതുവഴിയാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. പിന്നെ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്, ഡാറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റാസ് അനലൈസ് ചെയ്തിട്ട് അതുവഴിയാണ് നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. പിന്നെ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ഒരു ഓർഗനൈസേഷനിൽ ഏറ്റവും കൂടുതൽ വേണ്ടുന്ന എന്താണ്? എംപ്ലോയീസും സബോർഡിനേറ്റ്സും സുപ്പീരിയേഴ്സും തമ്മിലുള്ളൊരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടായിരിക്കണം. സോ ഇത്രയുമാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത വരുന്നത് ലീൻ മാനേജ്മെൻ്റ് ആണ്. ലീൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റിൽ നമ്മൾ ക്വാളിറ്റിയെ ഫോക്കസ് ചെയ്യുന്നു. ലീൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എലിമിനേറ്റിംഗ് വേസ്റ്റ്. വേസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്ന എന്താണ്? കസ്റ്റമേഴ്സിന് വാല്യൂ ഇല്ലാത്ത, ദാറ്റ് മീൻസ് കസ്റ്റമറിന്റെ കേസിൽ വാല്യൂ ആഡ് ആകാത്ത ഏത് എഫേർട്സ്, ടൈം, റിസോഴ്സസ് ഇതിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യുക, അതാണ് വേസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ബിസിനസ് ഫിലോസഫിയാണ് ലീൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് കസ്റ്റമേഴ്സിന് യാതൊരു വാല്യൂ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതോ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവാത്തതുമായിട്ടുള്ള ഏതൊരു കാര്യങ്ങളും വേസ്റ്റേജ് ആണ്. അതിപ്പം എന്ത് എഫേർട്സ് ആകാം, ടൈം ആകാം, റിസോഴ്സസ് ആകാം. അതുവഴി എന്താണ്? അത്തരത്തിലുള്ള കാര്യങ്ങളെ റിമൂവ് ചെയ്തുകൊണ്ട് continuously improving processes and creating an efficient uninterrupted workflow, അതുവഴി ഒരു ഇംപ്രൂവ്മെൻറ്റും അൺഇൻറ്ററപ്റ്റഡ് വർക്ക് ഫ്ലോ ഒക്കെ വരുന്ന ഒരു ബിസിനസ് ഫിലോസഫിയാണ് ലീൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ടൊയോട്ട പ്രൊഡക്ഷൻ സിസ്റ്റം. അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാ ലെവൽസിലുള്ള എംപ്ലോയീസും എന്ത് ചെയ്യും, അവിടെ എന്തൊക്കെയാണ് ആ ഓരോ ലെവലുകളിൽ അവർ വർക്ക് ചെയ്യുന്ന കേസസിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉള്ളതെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇംപ്രൂവ്മെൻറ്റ് മെത്തേഡ്സ് ഒക്കെ സജസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതൊരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ആണ്. ഇപ്പം ടോപ്പ് ലെവലിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല, ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ആണ്. അതാണ് ഫോസ്റ്ററിങ് എ കൾച്ചർ ഓഫ് ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ഓർ എഫിഷ്യൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. കേസൻ ഇതൊരു ജാപ്പനീസ് ടേം ആണ്. കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റിന് പറയുന്ന ഒരു ജാപ്പനീസ് ടേം ആണ്. ചിലപ്പോൾ ഇനി കേസൻ എന്ന് വല്ലതും ക്വസ്റ്റ്യനിൽ വരാം. അത് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ആണ്. ഇറ്റ്സ് എ ജാപ്പനീസ് ടേം കേസൻ. കേസൻ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് ടേം ആണ്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ അജൈൽ മാനേജ്മെന്റ്. അജൈൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ it is an iterative and flexible approach. Iterative and means repeated and flexible approach ആണ് to project management that breaks large projects into smaller manageable phases or sprint. അതായത് ഒരു വലിയ ഒരു ടാസ്കിനെ ചെറിയ ചെറിയ ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് ഐറ്ററേറ്റീവ്. ഫ്ലെക്സിബിൾ ആണ്, എപ്പോൾ വേണമെങ്കിലും ചേഞ്ചസ് വരുത്താം. അങ്ങനെ ഒരു ബിഗ് ടാസ്കിനെ സ്മോളർ ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്ത് ചെയ്യുക. അതിൽ ഓരോ ഫേസുകളെയുമാണ് നമ്മൾ സ്പ്രിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെയും എന്ത് തന്നെയാണ്? കൊളാബറേഷൻ, കസ്റ്റമർ ഫീഡ്ബാക്ക്. 3 കേസസിലും കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ആണ്. കസ്റ്റമർ ഫീഡ്ബാക്കും എടുക്കും. അഡാപ്റ്റബിലിറ്റി ടു ചേഞ്ചിങ് റിക്വയർമെന്റ്സ് ഓവർ റിജിഡ് പ്രീ ഡിഫൈൻഡ് പ്ലാൻസ് മേക്കിംഗ് ഇറ്റ് ഐഡിയൽ ഫോർ കോംപ്ലക്സ് പ്രോജക്റ്റ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു അജൈൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഐറ്ററേറ്റീവ് ആൻഡ് ഫ്ലെക്സിബിൾ അപ്രോച്ച് ആണ്. സോ ഈ വരുന്ന കേസിൽ ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെയും എന്താണ്, റിജിഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ റിക്വയർമെന്റ്സിന് ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റും. ഓവർ റിജിഡ് അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് പ്ലാൻസ്, അതുവഴി കോംപ്ലക്സ് പ്രോജക്റ്റുകൾക്ക് അത് ഐഡിയൽ ആയിരിക്കും ഇത്തരത്തിലുള്ളൊരു അജൈൽ മാനേജ്മെന്റ്. അതുപോലെ വാല്യൂയിങ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഇന്ററാക്ഷൻസ്,
വർക്കിംഗ് സൊല്യൂഷൻസ് ഓവർ ഡോക്യുമെന്റേഷൻ. ഇവിടെ കണ്ടോ, ഫാസ്റ്റർ ഡെലിവറി, ഇംപ്രൂവ്ഡ് ക്വാളിറ്റി. ഇവിടെയും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. 3 കേസിൽ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റിലും ലീൻ മാനേജ്മെന്റിലും അജൈൽ മാനേജ്മെന്റിലും എന്ത് തന്നെയാണ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് ഇമ്പോർട്ടൻസ്. ഇനി ഇതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന 2 ഫ്രെയിംവർക്സ് ആണ് സ്ക്രം ആൻഡ് കാൻബൻ എന്ന് പറയുന്നത്. സ്ക്രം ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഐറ്ററേറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ടല്ലോ, അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില റോള്, ഈവൻസ്, ആർട്ടിഫാക്ട്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഫ്രെയിംവർക്കാണ് സ്ക്രം ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന ഫ്രെയിംവർക്ക്. കാൻബൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ, ദാറ്റ് മീൻസ് ആ ഒരു വർക്ക് ഫ്ലോ എന്താണോ അതിനെ വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് ആ ഒരു വർക്ക് ഇൻ പ്രോഗ്രസ്സിനെ നമ്മൾ നോക്കും, ലിമിറ്റ് ചെയ്യും. എത്രത്തോളം ഈ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എഫിഷ്യൻ്റ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ പേരുകൾ പഠിച്ചു വെക്കുക, അതാണ് ഇമ്പോർട്ടൻറ്റ്. സ്ക്രം ആൻഡ് കാൻബൻ എന്ന് പറയുന്നത് 2 അജൈൽ ഫ്രെയിംവർക്സ് ആണ്. അപ്പം ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ക്വാളിറ്റിയെ ഫോക്കസ് ചെയ്യുന്നു. പിന്നെ ലീൻ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ലീൻ മാനേജ്മെന്റ് വേസ്റ്റസ് എലിമിനേറ്റ് ചെയ്യുക, കസ്റ്റമേഴ്സിന് വാല്യൂ ഇല്ലാത്ത എല്ലാ എഫേർട്സ്, ടൈം, റിസോഴ്സസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യുക. പിന്നെ അജൈൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഐറ്ററേറ്റീവ് ആണ്, ഫ്ലെക്സിബിൾ ആണ്. അതിൻ്റെ 2 പോപ്പുലർ ഫ്രെയിംവർക്സ് ആണ് സ്ക്രം ആൻഡ് കാൻബൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് 1 മോർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് ഇൻ മാനേജ്മെന്റ്. നമ്മളൊരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്താണ് ഫോളോ ചെയ്യേണ്ട ചില ബിസിനസ് എത്തിക്സ് ഉണ്ട്, കുറച്ച് മോറൽ വാല്യൂസ് ഉണ്ട്. അപ്പം ആ ഒരു വാല്യൂസ് നമ്മൾ എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യും. അത്തരത്തിലെ ഒരു എന്താണ് ഒരു ഫംഗ്ഷനാണ് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് ഇൻ മാനേജ്മെന്റ്. ഇറ്റ് ഇസ് എ കോഗ്നിറ്റീവ് പ്രോസസ് where leaders use moral principles and values to guide choices that go beyond economic considerations, fostering trust, morale and long-term organizational success. Ethical decision making ആണ്, that means cognitive process. അവിടെ നമ്മൾ ചില മോറൽ പ്രിൻസിപ്പിൾസും വാല്യൂസും ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്, അവിടെ ഒരു എക്കണോമിക് കൺസിഡറേഷൻസ് അല്ലാതെ തന്നെ അവിടെ ഏറ്റവും കൂടുതൽ വേണ്ടുന്നതാണ് ട്രസ്റ്റ്, മൊറൈൽ, അതുപോലെ തന്നെ ലോങ് ടേം ഓർഗനൈസേഷണൽ സക്സസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ഫോസ്റ്റർ ചെയ്യുക. അതുവഴി എന്ന് വെച്ചാൽ കുറച്ചൊരു ട്രസ്റ്റ്, മൊറൈല്, വാല്യൂ, പ്രിൻസിപ്പിൾസ്, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ മാനേജ്മെൻറ്റിൽ ഓരോ ഡിസിഷൻസ് എടുക്കുക. അതാണ് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഇങ്ങനെ എത്തിക്കൽ പരമായി നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു ട്രസ്റ്റ് ഉണ്ടാവും, ഒരു വിശ്വാസം ഉണ്ടാവും. ബിൽഡ് ട്രസ്റ്റ്, fosters morale, enhances reputation, ensures sustainability. Managers build a strong ethical culture and positive reputation, benefiting all stakeholders by embedding integrity and empathy into daily practice. അപ്പോൾ ഇങ്ങനെ എന്താണ് സൊസൈറ്റിയോടും അല്ലെങ്കിൽ ഇന്റേണൽ എൻവയോൺമെന്റ് ഓർഗനൈസേഷനോടും തന്നെ എത്തിക്കലി ബിഹേവിയർ ചെയ്യുമ്പോൾ അവിടെ ഒരു ട്രസ്റ്റ് രൂപപ്പെടുന്നു. അതുപോലെ ഫോസ്റ്റേഴ്സ് മൊറൈൽ, റെപ്യൂട്ടേഷൻ ഉണ്ടാവും, സസ്റ്റൈനബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. അത് മാത്രമല്ല ഒരു സ്ട്രോങ് എത്തിക്കൽ കൾച്ചർ, ഒരു പോസിറ്റീവ് റെപ്യൂട്ടേഷനൊക്കെ ആ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ എന്താണോ ആ ഒരു എത്തിക്കൽ ഇഷ്യൂ, ആ ഒരു എത്തിക്കൽ ഇഷ്യൂ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. പിന്നെ ആ ഒരു ഇഷ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഗ്യാദർ ചെയ്യുന്നു. പിന്നെ അതിന് ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ്, ആ ഒരു പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ഇഷ്യൂ എങ്ങനെ നമ്മൾക്ക് സോൾവ് ചെയ്യാം എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ആക്ഷൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. പിന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എത്തിക്കൽ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പിന്നെ ആ ഒരു ഡിസിഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഫൈനലി നമ്മളുടെ ആ ഒരു ഔട്ട്കമ്മിൽ അത് നമ്മളെ റിഫ്ലക്റ്റ് ചെയ്യും. അതാണ് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഐഡൻറ്റിഫൈ ദ എത്തിക്കൽ ഇഷ്യൂ, ഗ്യാദർ ദി ഫാക്ട്സ്, ഇവാലുവേറ്റ് ഓൾട്ടർനേറ്റീവ് ആക്ഷൻസ്, ചൂസ് ദ എത്തിക്കൽ ഓപ്ഷൻ, ഇംപ്ലിമെൻറ്റ് ദ ഡിസിഷൻ, റിഫ്ലക്റ്റ് ഓൺ ദി ഔട്ട്കം. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ഫ്രെയിംവർക്ക് ഫോർ എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ്. സോ നെക്സ്റ്റ് ടോപ്പിക്, ലാസ്റ്റ് ടോപ്പിക്കാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. അതിൻ്റെ ഷോർട്ട് ഫോമിൽ CSR എന്ന് നമ്മൾ പറയും. ഇതും ഒരു ബിസിനസ് അപ്രോച്ചാണ്. ബിസിനസ് അപ്രോച്ച് വെയർ കമ്പനീസ് ഇൻ്റഗ്രേറ്റ് സോഷ്യൽ ആൻഡ് എൻവയോൺമെൻറ്റൽ കൺസേൺസ് ഇൻ ടു ദെയർ ഓപ്പറേഷൻസ് ആൻഡ് ഇൻ്ററാക്ട് വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എയിമിംഗ് ടു കോൺട്രിബ്യൂട്ട് ടു സൊസൈറ്റീസ് വെൽബീങ് ബിയോണ്ട് ജസ്റ്റ് പ്രോഫിറ്റ്. ഇവരെന്താ പറയുന്നത്, ലാഭമല്ല, ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനേക്കാൾ ഉപരി ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു, ഓരോ കോർപ്പറേറ്റ്സിനും സമൂഹത്തിനോടൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി.
അതായത് ആ ഒരു സൊസൈറ്റിയുടെ വെൽബീങ്, അവിടെ ഉള്ള എൻവയോൺമെൻറ്റൽ കൺസേൺസ് അല്ലെങ്കിൽ സോഷ്യൽ കൺസേൺസിനെയും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അവരുടെ പ്രവർത്തനങ്ങളിൽ അത്തരത്തിൽ നമ്മൾ ഓരോന്നിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ദാറ്റ് മീൻസ് മൊത്തത്തിൽ ആ ഒരു എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണെങ്കിലും ഇൻറ്റേർണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്, ഇവരെ എല്ലാവരെയും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ആ ഒരു കോർപ്പറേറ്റ് എന്ത് ചെയ്യുന്നത്, അവരുടെ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നത്. ആ ഒരു കോർപ്പറേറ്റിന് സമൂഹത്തോടൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതാണ് ഈ പറഞ്ഞിട്ടുള്ള കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു കോർപ്പറേറ്റ് കമ്പനിയാണ്. എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ സപ്ലയേഴ്സ്, സൊസൈറ്റി, ഗവൺമെൻറ്, ക്രെഡിറ്റേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, കസ്റ്റമേഴ്സ്. ഇൻറ്റേർണലി വരുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, മാനേജർ, ഓണേഴ്സ്. അപ്പോൾ ഇതാണ് മീൻസ് കോർപ്പറേറ്റിന് സൊസൈറ്റിയുടെ വെൽബീങ് അവരുടെയും കൂടെ കൺസേണോട് കൂടിയായിരിക്കും ഓരോ ഫങ്ഷൻസും നടത്തിപ്പോകുന്നത്. അതാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ഇത് നമ്മളുടെ എന്താണ് ബ്രഹ്മാസ്ത്ര 2.0 ഇപ്പോഴും അവൈലബിൾ ആണ്. ഇപ്പോഴും ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. 299 മാത്രമാണുള്ളത്. ദാറ്റ് ഈസ് SBCID ഡിഗ്രി മെയിൻസ് കംപ്ലീറ്റ് GK ബൂസ്റ്റർ ആണ്. അത് ഓർത്ത് വയ്ക്കുക, കംപ്ലീറ്റ് GK ബൂസ്റ്റർ കോഴ്സാണ്. 299 ആണ്, ഇപ്പോഴും അവൈലബിൾ ആണ്. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവരും മാക്സിമം വിനിയോഗിക്കുക. അപ്പം ഇന്നത്തെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ആയിരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ, അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെൻറ്റ്, അതിൽ വരുന്ന കുറേ ടോപ്പിക്സ്, എവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്സ്, പിന്നെ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, അജൈൽ മാനേജ്മെൻറ്റ്, ലീൻ മാനേജ്മെൻറ്റ്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, ഇതൊക്കെ തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരുന്നു. സോ എല്ലാവരും ഈ സെക്ഷൻ പഠിച്ചിട്ട് പോവുക. 20 മാർക്സ് സ്കോർ ചെയ്യാനുള്ളൊരു സെക്ഷൻ തന്നെയാണ്. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ തന്നെയാണ്. 27th എക്സാമിൻ്റെ ക്ലാസ് ആണ്. സോ എല്ലാവരും കാണുക. സോ ഇന്നത്തെ ഒരു സെക്ഷൻ കഴിഞ്ഞു. നമ്മളുടെ കോഴ്സസിലെല്ലാം നിങ്ങൾ ജോയിൻ ചെയ്യണം. അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്കമിങ് എക്സാമിനുള്ള കോഴ്സസും കൂടിയാണ്. സോ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു.